ഹായ് എവരി വൺ, വെൽക്കം ടു ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഡിസൈഡ് യുവർ കോളേജ് ഇൻ വൺ ക്ലിക്ക്. അതായത് നമ്മൾ കീം എക്സാം കഴിഞ്ഞു, ഇനി നമുക്ക് ഏത് കോളേജ് എന്നുള്ളത് ചൂസ് ചെയ്യണം. അല്ലെങ്കിൽ ഇപ്പോൾ +2 പഠിക്കുന്നവരുണ്ടാവും, ഇനി ഏത് കോളേജ്, കേരളത്തിൽ പഠിക്കുന്നവരാണെങ്കിൽ ഏത് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കണം എന്നുള്ളത് നമുക്ക് ഡിസൈഡ് ചെയ്യാനുള്ള സമയമാണ്. ഓക്കെ, അപ്പോൾ +1 +2 അല്ലെങ്കിൽ മുന്നത്തെ സ്കൂൾ ലൈഫ് കാലഘട്ടങ്ങളൊക്കെ പേരൻസ് ചൂസ് ചെയ്ത് തന്നു നമുക്ക് ഏത് കോളേജിലാണ് ഏത് സ്കൂളിലാണ് നമ്മൾ പഠിച്ചതെന്നുള്ളത്. പഠിക്കാൻ അവര് അഡ്മിഷൻ എടുത്തന്നു. ഇനി നമ്മൾ കീമിൽ എത്ര മാർക്ക് വാങ്ങുന്നു, കീമിൽ എത്ര റാങ്ക് വാങ്ങുന്നതിനനുസരിച്ചായിരിക്കും നമുക്ക് ഏത് കോളേജ് വരെ നമുക്ക് കിട്ടും എന്നുള്ളതിനെ ഡിസൈഡ് ചെയ്യുന്ന ഒരു ഫാക്ടർ. ഓക്കെ, സ്റ്റിൽ അത് ചൂസ് ചെയ്യുമ്പോൾ തന്നെ കേരളത്തിൽ തന്നെ കീം എഴുതിയാൽ നമുക്ക് കിട്ടുന്നത് 140 കോളേജിന്റെ അത്രയും ഓപ്ഷൻസ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ ഏത് കോളേജിൽ പോകണം, ഏത് കോളേജിൽ ഏത് ഡിപ്പാർട്ട്മെന്റിൽ പോകണം എന്ന് നമുക്ക് അറിയില്ല. ഓക്കെ, അതാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ നമുക്ക് എന്തൊക്കെ അറിയണം? ഇനി 4 വർഷം നമുക്ക് ബിടെക് പഠിക്കണം. അതായത് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ 4 വർഷമാണ്. നല്ല അടിപൊളിയായിട്ട് പഠിക്കാനുള്ള 4 വർഷം പഠിക്കാനുണ്ട്, കളിക്കാനുണ്ട്. അതായത് അവിടെ എല്ലാം ഉണ്ട്, എല്ലാം ഉള്ള സ്ഥലത്ത് വേണം നമുക്ക് പോകാൻ. കാരണം നമ്മൾ 4 കൊല്ലം ഇനി അവിടെ ജീവിക്കാൻ പോവാണ്. 4 കൊല്ലം കഴിഞ്ഞ് അവിടുന്ന് തന്നെ നമുക്കൊരു ജോലിയും വാങ്ങി, അല്ലെങ്കിൽ ജോലി വാങ്ങി പോകുന്നവരാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഒരു പുതിയ ഒരു സ്റ്റാർട്ടപ്പ് ആയിട്ട് ഒരു ബിസിനസ് സംരംഭമായിട്ട് പോകുന്നവരാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഇതൊന്നും അല്ല ഇതെല്ലാം എന്റെ മേഖല എന്ന് പറഞ്ഞ് പോകുന്നവർ വേറെ ഉണ്ടാവും. ഓക്കെ, അവിടെ എത്തിയിട്ട് വേറെ മേഖലകളെ അൺലോക്ക് ചെയ്ത് പോകുന്നവർ, മീൻസ് കഴിവ് മനസ്സിലാക്കുന്നവരുണ്ടാവും. അങ്ങനെ പല കാര്യങ്ങളും നടക്കണമെങ്കിൽ തന്നെ അവിടെ അത്രയും നല്ല നമ്മളവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റണം. നമ്മളെ ഒരു ടാലന്റ് നമുക്ക് അവിടെ എക്സ്പ്ലോർ ചെയ്ത് എടുക്കാൻ പറ്റുന്ന കോളേജ് ആയിരിക്കണം. ഓക്കെ, നമ്മൾ സ്കൂളിലൊക്കെ നമുക്ക് എന്താ ചെയ്യുന്നത്? ഫുൾ ടൈം ക്ലാസ്സുകളാണ്, ഫുള്ള് പഠിത്തമാണ്. കൊല്ലത്തിൽ ഒരിക്കലേ എന്ത് വരുന്നുള്ളൂ? വല്ല ആർട്സ് ഫെസ്റ്റോ ഒരു സ്പോർട്സ് ഫെസ്റ്റോ അല്ലാതെ എന്ത് വരുന്നില്ല? അധികം കാര്യങ്ങൾ നമ്മൾക്കായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലേ? അവിടെ കോളേജ് സ്കൂൾ മാനേജ്മെന്റ് തീരുമാനിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് അധികം നടക്കുക. കോളേജ് അങ്ങനെയല്ല. കോളേജ് നമുക്കാണ് അവിടെ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന. അത് നല്ല കോളേജിൽ എത്തിയാൽ ആ രീതിയിൽ നമുക്ക് തന്നെ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്ത് അങ്ങനത്തെ ക്ലബ്ബുകൾ വരും. അത്തരത്തിലുള്ള പല കാര്യങ്ങളും കോളേജിൽ നടക്കും. അപ്പൊ കോളേജ് ചൂസ് ചെയ്യുന്ന സമയത്ത് പ്ലേസ്മെന്റ് ഒരു ഫാക്ടറാണ്, കോളേജിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഒരു ഫാക്ടറാണ്. നല്ല കോളേജിൽ പഠിക്കണമെങ്കിൽ നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള കോളേജുകൾ നോക്കണം. ലാബുകൾ ഉണ്ടോ, എന്തെല്ലാം ക്ലബ്ബുകൾ അവിടെ ഉണ്ട്, എന്തെല്ലാം ഓപ്ഷൻസ് അവിടെ ഉണ്ട്, അതേ കൂടാതെ തന്നെ ഫീസ് എത്രയാകും എന്ന് വേണ്ട. ഇനി വീടിന്റെ അടുത്തുള്ള കോളേജ് നോക്കുന്നവരുണ്ടാവും, ദൂരെ നോക്കുന്നവരുണ്ടാവും. അങ്ങനെ പല ഫാക്ടേഴ്സ് ഉണ്ട്. ഈ ഫാക്ടേഴ്സ് ഒക്കെ കൺസിഡർ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കേരളത്തിലുള്ള എല്ലാ കീം എഴുതി കഴിഞ്ഞാൽ കിട്ടാവുന്ന എല്ലാ എഞ്ചിനീയറിംഗ് കോളേജിനെയും പറ്റിയിട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് എന്ത് ചെയ്യാം? നോക്കാം. ഓക്കെ, അപ്പോ ഇതെങ്ങനെ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഓരോ ജില്ല തിരിച്ച് ആ ജില്ലകൾ എത്ര എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട് ആ രീതിയിലാണ് എന്തുള്ളത് നമ്മൾ പറഞ്ഞുതരാൻ പോകുന്നത്. ഓക്കെ, അതിൽ തന്നെ ഇപ്പൊ നോർമലി നമ്മൾ ലാസ്റ്റ് റാങ്ക് വെച്ചിട്ടാണ് കുട്ടികൾ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നോക്കൂല. ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് ലാസ്റ്റ് റാങ്ക് ബെറ്റർ ആയിട്ട്, ഇപ്പൊ CS ലാസ്റ്റ് റാങ്ക് ഏറ്റവും കുറവുള്ള അവിടെയാണ്. അവിടെ എന്റെ റാങ്ക് അതിനോട് അടുത്തുണ്ടെങ്കിൽ അവിടെ പോയിട്ട് ചൂസ് ചെയ്യാം നമ്മൾ അഡ്മിഷൻ അലോട്ട്മെന്റ് കൊടുക്കുന്ന സമയത്ത്. അപ്പൊ അത് മാത്രം നോക്കാതെ ബാക്കിയുള്ള കാര്യം നമ്മൾക്കായിട്ട് ഒരു പ്രിഫറൻസ് ഉണ്ട്. അപ്പൊ ആ കോളേജിനെ പറ്റി അറിയണം. എന്നാലേ ഈ കോളേജ് എന്റെ ടേസ്റ്റിന് പറ്റിയതാണോ, അതായത് എന്റെ റാങ്ക്, എനിക്ക് കിട്ടിയ റാങ്കിൽ, കീം റാങ്കിന്റെ ബേസിൽ ഇതിന്റെ അടുത്ത് നിൽക്കുന്ന എനിക്ക് കിട്ടാൻ പറ്റുന്ന ഒരു കോളേജ് എന്റെ ടേസ്റ്റിനാണോ എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാന്? ചൂസ് ചെയ്യാൻ. ഓക്കെ, അതാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ണൂർ ജില്ലയിലുള്ള എഞ്ചിനീയറിംഗ് കോളേജുകളെ ഇന്ന് പരിചയപ്പെടാം. ഓക്കെ, അപ്പോ ആദ്യം തന്നെ പറയാൻ പോകുന്നത് ഗവൺമെന്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കണ്ണൂർ ഡിസ്ട്രിക്റ്റത്തെ എഞ്ചിനീയറിംഗ് കോളേജ്, ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് കണ്ണൂരിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോ ഈ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർലി ലാസ്റ്റ് റാങ്കിന്റെ ബേസിലാണ്. ഓരോ ഡിസ്ട്രിക്റ്റിലും ഉള്ള കോളേജുകൾ ഏതാണ് മുന്നിൽ ഏതാണ് ബാക്കിൽ എന്നുള്ളത് ഏതെങ്കിലും ഒരു ബ്രാഞ്ചിലെ ഏറ്റവും ടോപ്പ് ലാസ്റ്റ് റാങ്ക് വന്നിട്ടുള്ള ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിന്റെ ബേസിലാണ് ഇത് എന്ത് ചെയ്തിട്ടുള്ളത്? അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ കണ്ണൂർ ഡിസ്ട്രിക്റ്റിലെ ബെസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജ് ആയിട്ട് പറയുന്നത് ഗവൺമെന്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കണ്ണൂരാണ്.
ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള കോളേജാണ്. ഓക്കെ, പക്ക ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള കോളേജാണ്. 1986 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഡിസ്ട്രിക്ട് കണ്ണൂരാണ്. ലൊക്കേഷൻ പറയുന്നുണ്ട്. പറശ്ശിനിക്കടവ് ഭാഗത്താണ് കോളേജ് വരുന്നത്. കോളേജിന്റെ വെബ്സൈറ്റ് ഉണ്ട്, കോണ്ടാക്ട് നമ്പർ ഉണ്ട്. കോളേജ് എന്താണ്? NBA അക്രഡിറ്റേഷൻ ആണ്. നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷനിൽ NBA അക്രഡിറ്റഡ് ആണ്. AICTE അപ്രൂവൽ ഉള്ള കോളേജാണ്. എവിടെയാണ്? KTUവിന്റെ അണ്ടറിലാണ് വരുന്നത്. കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി, അതായത് APJ അബ്ദുൽ കലാം കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിന്റെ കീഴിലാണ് വരുന്നത്. അതായത് കേരളത്തിലുള്ള ഓൾമോസ്റ്റ് എല്ലാ എഞ്ചിനീയറിംഗ് കോളേജുകളും KTUവിന്റെ അണ്ടറിലാണ് വരുന്നത്. ഓക്കെ, പിന്നെ ഇനി പറയാൻ പോകുന്നത് ക്യാമ്പസിന്റെ കുറച്ച് ഫോട്ടോഗ്രാഫ്സ് ആണ്. ക്യാമ്പസ് എങ്ങനെ ഇരിക്കും? കാരണം നിങ്ങളൊരു കോളേജ് ചൂസ് ചെയ്യാൻ നേരത്തെ ആ കോളേജിന്റെ ഫോട്ടോഗ്രാഫ്സ് ഒക്കെ നിങ്ങൾ ഗൂഗിൾ മാപ്സിലോ നെറ്റിലോ നോക്കി കാണണം. കാരണം പഠിക്കാൻ പോകുന്ന കോളേജിന്റെ, കാരണം നിങ്ങൾക്ക് 138 കോളേജിലും പോയി നോക്കാൻ ഉള്ള സമയം കിട്ടില്ല. കാരണം കേരളം മൊത്തം യാത്ര ചെയ്യണം. അതുകൊണ്ട് തന്നെ അവൈലബിൾ ആയ ഇന്റർനെറ്റിലും ഇതിലൊക്കെ ഫോട്ടോസും സാധനങ്ങളും ഡീറ്റെയിൽസും തപ്പണം. ഓക്കെ, അത് എല്ലാ കോളേജിലും തപ്പാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് തന്നെയാണ് ഇത് വളരെ ഇതിന്റെ റിസർച്ച് നടന്നിട്ടുള്ളത് മെയിൻലി കോളേജിന്റെ വെബ്സൈറ്റിൽ നിന്നും കോളേജിന്റെ ഇൻസ്റ്റാഗ്രാം പേജുകളും അങ്ങനെയുള്ള അത്തരത്തിലുള്ള കോളേജ് റിലേറ്റഡ് പ്യുവർലി കോളേജ് വെബ്സൈറ്റിലാന്ന് പറയാം. പിന്നെ കോളേജിന്റെ സീറ്റും സാധനങ്ങളുള്ള കീമിന്റെ വെബ്സൈറ്റിൽ നിന്നും യൂണിവേഴ്സിറ്റിന്റെ വെബ്സൈറ്റിൽ നിന്നൊക്കെയാണ് ഈ ഡാറ്റ പ്യുവർലി എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ കംപ്ലീറ്റ്ലി ജെന്യുവിൻ ഡാറ്റയാണ്, കോളേജ് പറയുന്ന ജെന്യുവിൻ ഡാറ്റയാണ് കംപ്ലീറ്റ്ലി ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ കോളേജിന്റെ കുറച്ച് ഫോട്ടോഗ്രാഫ്സുകളാണ്. ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് കണ്ണൂർ അത്യാവശ്യം നല്ല ഒരു എഞ്ചിനീയറിംഗ് കോളേജാണ്. ഓക്കെ, അവരുടെ ഈ ഡോക്യുമെന്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നമ്മളെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഉണ്ടാവും, നിങ്ങൾക്ക് എന്ത് ചെയ്യാം? റെഫർ ചെയ്യാൻ ഉപയോഗിക്കാം. അപ്പൊ അത്യാവശ്യം നല്ല ഒരു കോളേജാണ്. അവിടെ ഡിപ്പാർട്ട്മെന്റ്സുകൾ, അവിടെ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിന് 60 സീറ്റ് ഉണ്ട്. ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് 60 സീറ്റ് ഉണ്ട്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന് 60 സീറ്റ് ഉണ്ട്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിന് 90 സീറ്റ് ഉണ്ട്. ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് 60 സീറ്റ് ഉണ്ട്. ടോട്ടൽ 330 സീറ്റാണ് അവിടെ ഉള്ളത്. അതായത് ഒരു വർഷം അവിടെ 330 പേരെയാണ് അഡ്മിഷൻ എടുക്കുള്ളൂ. ഓക്കെ, അത് ഓരോ ഡിപ്പാർട്ട്മെന്റുകളായിട്ട് എടുക്കും. ഓക്കെ, ഇനി കഴിഞ്ഞ വർഷത്തെ, അതായത് 2025 കഴിഞ്ഞ വർഷം അഡ്മിഷൻ കയറിയുടെ ലാസ്റ്റ് റാങ്ക് പ്രകാരം നമ്മൾ സ്റ്റേറ്റ് മെറിറ്റ് എത്രയാണെന്നും ഈഴവ എത്രയാണെന്നും മുസ്ലിം എത്രയാണെന്നും SC എത്രയാണെന്നും ആൻഡ് EWS എത്രയാണെന്നും കൊടുത്തിട്ടുണ്ട്. ഞാൻ സ്റ്റേറ്റ് മെറിറ്റ് ബേസിൽ സംസാരിക്കാം, ബാക്കിയുള്ളത് അവരവരുടെ കാറ്റഗറി അനുസരിച്ച് നോക്കാം. ഓക്കെ, ഇതല്ലാതെ ധാരാളം കാറ്റഗറി ഉണ്ടാവും, അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലാസ്റ്റ് റാങ്ക് വെച്ചിട്ട് നോക്കാൻ പറ്റും. ഓക്കെ, ഇപ്പൊ സ്റ്റേറ്റ് മെറിറ്റ് എന്ന് പറഞ്ഞാൽ ജനറൽ കാറ്റഗറി ബേസിൽ എത്ര വരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ സിവിൽ എഞ്ചിനീയറിംഗ് വരുന്നത് 14,921 സ്റ്റേറ്റ് മെറിറ്റ് വരുന്നത്. ലാസ്റ്റ് വന്നത് കഴിഞ്ഞ വർഷത്തെ 14,921 റാങ്കുള്ള ആളാണ് ലാസ്റ്റ് ആയിട്ട് സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലെ 60ാമത്തെ സീറ്റിൽ കയറിപ്പോയ ആൾ എന്നാണ് ഇതിന്റെ മീനിങ്. ഓക്കെ, അതായത് നമുക്ക് കീമിന്റെ റാങ്ക് എത്രയാണ്? ഇപ്പോൾ ലാസ്റ്റ് 14,921 റാങ്ക് കിട്ടിയവനാണ്. ഇവിടെ 60 സീറ്റ് ഉണ്ടെന്നല്ല പറഞ്ഞു, 60ാമത്തെ സീറ്റിൽ ആര് കയറിപ്പോയി? അവൻ കയറിപ്പോയി എന്നർത്ഥം. അത് ഇനി റിസർവേഷൻ കാറ്റഗറിയിലോട്ട് ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി കൂടുതൽ കിട്ടും. ഇവക്ക് 17,000 സംതിങ് വന്നിട്ടുണ്ട്, മുസ്ലിം 17,755 വന്നിട്ടുണ്ട്, SC 48,000 റാങ്കുള്ള ഒരാൾക്ക് വരെ SCക്ക് അവിടെ കിട്ടാൻ ചാൻസ് ഉണ്ട്. EWSന് 35,000 റാങ്കുള്ള ആൾ വരെ കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നാണ് ഇതിന്റെ മീനിങ്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റേറ്റ് മെറിറ്റിനെ പറ്റിയിട്ട് സംസാരിക്കാം. ബാക്കിയുള്ളത് എന്ത് ചെയ്യാം? അവരവരുടെ റാങ്ക് അനുസരിച്ചും അവരവരുടെ കാറ്റഗറി അനുസരിച്ചും എന്ത് ചെയ്യുക? കാസ്റ്റ് ബേസ്ഡ് ആണ് ഇത് വരിക. അത് നോക്കിയിട്ട് എന്ത് ചെയ്യുക? നോക്കാം. ഓക്കെ, അവിടെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് കിട്ടണമെങ്കിൽ 3,974, ഏകദേശം 4,000 താഴെ റാങ്ക് വേണം. 3,800 മുതൽ 3,900 റാങ്ക് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടുള്ളൂ? കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് കിട്ടുള്ളൂ. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ കിട്ടണമെങ്കിൽ 5,600 അടുത്ത് റാങ്ക് വേണം. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിന് 8,305 റാങ്ക് വേണം. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കിട്ടണമെങ്കിൽ 11,081 ആണ് ലാസ്റ്റ് കഴിഞ്ഞ തവണ കയറിയിട്ടുള്ളത്.
അതുകൊണ്ട് തന്നെ ഇപ്പൊ മനസ്സിലായല്ലോ, 3974 റാങ്കുകാരനാണ് കമ്പ്യൂട്ടർ സയൻസിൽ കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ കയറിയിട്ടുള്ളത്. അവിടെ കയറാനുള്ള ഓപ്ഷൻ കീം വൈ ആണ്. അവിടെ നോർമലി അഡ്മിഷൻ കീം റാങ്ക് വെച്ചിട്ടാണ് അവിടെ നോർമലി അഡ്മിഷൻ വരുന്നത്. ഓക്കെ, അവിടുത്തെ ഫീസ് വരുന്നത്, അവിടെ ഗവൺമെന്റ് ഫീസേ ഉണ്ടാവുള്ളൂ. ഗവൺമെന്റ് ഫീസ് എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ് ആനുവൽ ട്യൂഷൻ ഫീ എന്ന് പറഞ്ഞാൽ ഒരു 14,150 രൂപ പെർ ഇയർ വരിക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ എന്ത് ഇൻക്ലൂഡ് ചെയ്യണം, ഇതാണ് ഫീസ് വരുന്നത്. ഇനി ട്യൂഷൻ ഫീസും ബാക്കിയുള്ള അനുബന്ധിച്ചിട്ടുള്ള ചെറിയ ചെറിയ ഫീസൊക്കെ ഉണ്ടാവും. എല്ലാം കൂടി കൂട്ടിയിട്ട് 14,150 ആ ലെവലിലാണ് വരിക. ഒരു 15,000 താഴെ, 10 മുതൽ 15,000 ഉള്ളിലാണ് വരിക. കൂടാതെ നമുക്ക് എന്ത് വരാം, എക്സാം ഫീസ് വേറെ ഉണ്ടാവും. അത് സെമസ്റ്ററിൽ എക്സാം ഫീസ് ആയിട്ട് ഉണ്ടാവും. അതൊരു ചെറിയ പൈസ ഉണ്ടാവുള്ളൂ. ചെറിയ പൈസ എന്ന് പറഞ്ഞാൽ ഒരു സബ്ജക്റ്റിന് 200-300 രൂപ ഒക്കെ ആണെന്ന് തോന്നുന്നു. ഒരു 1,500-2,000 രൂപ ലെവലിൽ അതും ഉണ്ടാവും. ഓക്കെ, അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമ്പസിന്റെ ഏരിയ 68 ഏക്കറാണ് ക്യാമ്പസ്. 68 ഏക്കർ ക്യാമ്പസ് ആണുള്ളത്. അത് ക്യാമ്പസിന്റെ ഏരിയ ഒരു ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് മരം ചുറ്റാനാണെങ്കിലും കളിക്കാനാണെങ്കിലും പിന്നെ വെറുതെ എല്ലാം വേണം. കോളേജില് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്കൊന്ന് സല്ലപിച്ച് നടക്കാനാണെങ്കിലും ക്യാമ്പസിന് എന്ത് വേണം, ഏരിയ വേണം. അതൊക്കെ അതിന് ഇമ്പോർട്ടന്റ് ആണ്. അത്രയും തന്നെ ഏരിയ ഉണ്ടാവുമ്പോൾ തന്നെ കൂടുതൽ ബിൽഡിങ്സും സാധനങ്ങളും ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ അവിടെ ഉണ്ടാവും. ഗ്രൗണ്ട്സും പലതരം ഗ്രൗണ്ട്സുകൾ. സ്കൂളിലൊക്കെ നമുക്ക് ഒരു ഗ്രൗണ്ടേ ഉണ്ടാവുള്ളൂ. ഇതേപോലെ 1-2 ഗ്രൗണ്ട്സുകളും കൂടാതെ ബാസ്കറ്റ് ഓരോ ഗെയിംസിനും സെപ്പറേറ്റ് ഗ്രൗണ്ട്സുകളും അവൈലബിൾ ആവും. ഓക്കെ, അവിടെ സെൻട്രൽ കമ്പ്യൂട്ടിംഗ് ഫെസിലിറ്റി ഉണ്ട്, സെന്റർ ഫോർ ഓട്ടോമേഷൻ ആൻഡ് കൺട്രോൾ, റൂറൽ ടെക്നോളജി ഡെവലപ്മെന്റ് സെന്റർ ഉണ്ട്, ഫാക്കൽറ്റി ആൻഡ് സ്റ്റാഫ് ഡെവലപ്മെന്റ് ട്രെയിനിങ് സെന്റർ ഉണ്ട്, കൊളാബറേറ്റീവ് റിസർച്ച് ആൻഡ് ലേണിംഗ് സെന്റർ ഉണ്ട്, സെന്റർ ഓഫ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഡ്യൂക്കേഷൻ ടെക്നോളജി. ഇത്തരത്തിലുള്ള ധാരാളം ഫെസിലിറ്റീസ് അവിടെ ഉണ്ട്. സെൻട്രൽ ലൈബ്രറി ഉണ്ട്, ഡിപ്പാർട്ട്മെന്റൽ ലൈബ്രറി ഉണ്ട്, ടെക്നോളജി ബിസിനസ് ഇൻക്യുബേറ്റേഴ്സ് ഉണ്ട്. ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് പോലുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ട്. പ്ലേസ്മെന്റ് ഹാൾ ഉണ്ട്, ലാബ് ഫെസിലിറ്റീസ് ഉണ്ട്, ഫാബ് ലാബ് ഉണ്ട്. ഫാബ് ലാബ് മീൻസ് നമ്മളൊരു പ്രൊഡക്റ്റ് അവിടുന്ന് നമുക്ക് തന്നെ ഫാബ്രിക്കേറ്റ് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റുന്ന മെഷീൻസുകൾ, 3D പ്രിന്റർ പോലുള്ള, അല്ലെങ്കിൽ PCB സർക്യൂട്ട്, അത്തരത്തിലുള്ള സാധനങ്ങൾ, അഡ്വാൻസ് സാധനങ്ങളുള്ള ലാബുകൾ വരെ ഉണ്ട്. അവിടുന്ന് എന്തൊക്കെ ഉള്ളതെന്നുള്ളത് ഓരോ സൈറ്റിന്റെയും ഓരോ കോളേജിന്റെയും വെബ്സൈറ്റുകളിലും, പിന്നെ ഇത് ഓരോ കൊല്ലം ആകുമ്പോഴത്തേക്കും എന്ത് ചെയ്യും, ഒരു പുതിയ സാധനങ്ങൾ അവിടെ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും. ഓഡിറ്റോറിയം ഉണ്ട്, ഹോസ്റ്റൽ ഉണ്ട്. ഓക്കെ, ഈ 14,150 എന്ന് പറഞ്ഞാൽ ട്യൂഷൻ ഫീസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഹോസ്റ്റലിനും ഇതിലൊക്കെ നിൽക്കുന്നതിനൊക്കെ അതിനനുസരിച്ച് അതിനുള്ള ചാർജുകൾ ഉണ്ടാവും, നോർമൽ പോലെ തന്നെ. ലബോറട്ടറീസ്, അവിടെയുള്ള ലാബുകൾ എന്ന് പറഞ്ഞാൽ CSA ലാബ്, സർവേ ലാബ്, ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് ലാബ്, എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് ലാബ്, ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് ലാബ്, സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ ഓർ കോൺക്രീറ്റ് ടെസ്റ്റിംഗ് ലാബ്, നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് ലാബ്, പ്രൊജക്ട് റൂം, CAD ആൻഡ് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് ഡിസൈൻ സ്റ്റുഡിയോ ലാബ്. ഇങ്ങനെ ധാരാളം ലാബുകൾ അവിടെ ഉണ്ടാവും. ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ലാബുകൾ ഉണ്ടാവും. കുറച്ച് ലാബിന്റെ ഒക്കെ പിക്ചർ ഇവിടെ വെച്ചിട്ടുണ്ട്. ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് ലാബിന്റെയും സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ ആൻഡ് ഓർ കോൺക്രീറ്റ് ടെസ്റ്റിംഗ് ലാബിന്റെ ഒക്കെ പിക്ചർ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അറിയേണ്ടത് പ്ലേസ്മെന്റ്, എത്രത്തോളം പ്ലേസ്മെന്റ്. ഈ ഡാറ്റകൾ മൊത്തം അവരുടെ വെബ്സൈറ്റിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പ്ലേസ്മെന്റ് സ്റ്റാറ്റിക്സ് എന്ന് പറയുമ്പോൾ പല വർഷത്തെയും ഉണ്ട്. ഇപ്പൊ 2022-2023 സ്റ്റാറ്റിക്സിന്റെ ഒരു ഗ്രാഫ് കൊടുത്തിട്ടുള്ളത് കണ്ടോ. എംടെക്കിന് ഏറ്റവും കൂടുതൽ അവിടെ പ്ലേസ്മെന്റ് നടക്കുന്നത് CSE ഡിപ്പാർട്ട്മെന്റിലാണ്, അതായത് കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റിലാണ്. പിന്നെ ECക്കും ട്രിപ്പിളിക്കും മെക്കാനിക്കലിനും സിഇക്കൊക്കെ ഏകദേശം 63% ആൾക്കാർ CSE പ്ലേസ്ഡ് ആയി എന്നാണ് പറയുന്നത്. ESC എല്ലാത്തിൽ നിന്നും അതുപോലെ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ അടുത്ത ഓരോ വർഷത്തിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് ഓഫറും ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് പ്ലേസറും കൊടുത്തിട്ടുണ്ട്. അതായത് ഓഫർ എന്ന് ഉദ്ദേശിച്ചത് ഒരാൾക്ക് തന്നെ ചിലപ്പോൾ 1, 2, 3 ജോലികളൊക്കെ വരെ കിട്ടാം. പക്ഷെ അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എപ്പോഴും കുറവായിരിക്കും. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് കണ്ടോ,
അപ്പോൾ ഇതിനാണെങ്കിൽ കുറവായിരിക്കും. സ്റ്റുഡൻസ് ഒരാൾക്ക് തന്നെ 1-2 കിട്ടാം. ഇവിടെ 2021-2022 ധാരാളം ഓഫർ വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് 400+ ഓഫർ വന്നിട്ടുണ്ട്. ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് കണ്ണൂരിൽ 400+ ഓഫർ വന്നിട്ടുണ്ട് 2021-22. അതുപോലെ 2022-23 ഓഫർ വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് 300 അടുപ്പിച്ച് ഓഫറുകൾ വന്നിട്ടുണ്ട്. നമ്പർ ഓഫ് റിക്രൂട്ടിംഗ് കമ്പനീസ് ഓരോ വർഷം ഇവിടെ 20 താഴെയായിരുന്നു, 20 മുകളിൽ വന്നു. യെസ്, 2021-22 40+ കമ്പനികൾ വന്നിട്ടുണ്ട്. ലാസ്റ്റ് 2023-2024 ഡാറ്റ പ്രകാരം 20ഓളം കമ്പനികൾ റിക്രൂട്ട്മെന്റിന് വന്നിട്ടുണ്ട്. ഹയസ്റ്റ് സാലറി അവിടെ പോയിട്ടുള്ളത് 18.6 LPA ആണ്. 18.6 LPAക്കാണ് അവിടുത്തെ ഹയസ്റ്റ് സാലറി പോയിട്ടുള്ളത്. EC ഡിപ്പാർട്ട്മെന്റിലെ 2019 ബാച്ച്. 2019 ബാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2019 എന്നല്ല മീനിങ്, 2019 സ്കീമത്തെ സ്റ്റുഡന്റ് വന്നു. അതായത് 2019-ന്റെയും 2023 ജോയിൻ ചെയ്ത സ്റ്റുഡൻസ്. യെസ്, 2019-ന്റെയും 2023 എന്ന് പറയുമ്പോൾ 2019-2022 ഇടയിലൊക്കെ ജോയിൻ ചെയ്ത സ്റ്റുഡൻസ് ആയിരിക്കും. ചിലപ്പോൾ കഴിഞ്ഞ വർഷം ഇല്ലെങ്കിൽ അതിന്റെ മുന്നത്തെ വർഷമായിരിക്കും ഇത്രയും വലിയ പ്ലേസ്മെന്റ് കിട്ടിയ കുട്ടി. 18.6 LPA എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 1.5 ലക്ഷം രൂപ മന്ത്ലി സാലറി. LPA എന്ന് ഉദ്ദേശിച്ചത് ലാക്സ് പെർ ആനാണ്. ഒരു കൊല്ലത്തില് 18.6 ലാക്സ് കിട്ടിയതാണ് മീനിങ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം ഏകദേശം ഒരു 1.5 ലക്ഷം രൂപ പ്ലസ്. അവിടെ കിട്ടിയിട്ടുള്ള ആവറേജ് സാലറി ഇമ്പോർട്ടന്റ് ആണ്. കാരണം മൊത്തത്തിൽ എല്ലാവർക്കും കൂടി കിട്ടിയ ഓഫർ എല്ലാം കൂടി കൂട്ടി നോക്കുമ്പോൾ 4 to 5 LPA ആവറേജ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിനിമം 4 ലക്ഷം രൂപ 5 ലക്ഷം രൂപ ആവറേജ് LPA ഉണ്ട്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു മന്ത്ലി സാലറി ഒരു 33 to ഒരു 40 സംതിങ്, 33 to ഒരു 42,000 റുപ്പീസ് ആ ലെവലില് ആവറേജ് സാലറി ഉണ്ട്. അവിടെ വന്നിട്ടുള്ള കമ്പനികൾ TCS, മേജർ കമ്പനീസ് വിസിറ്റഡ്. TCS വന്നിട്ടുണ്ട്, ടാറ്റ കൺസൾട്ടൻസി സർവീസ് വന്നിട്ടുണ്ട്, വിപ്രോ വന്നിട്ടുണ്ട്, ഇൻഫോസിസ് വന്നിട്ടുണ്ട്, EY വന്നിട്ടുണ്ട്, ടാറ്റ എലക്സി വന്നിട്ടുണ്ട്, സോഹോ വന്നിട്ടുണ്ട്, കൊഗ്നിസന്റ് വന്നിട്ടുണ്ട്, പ്രിഡ്മാക് വന്നിട്ടുണ്ട്, HCL, IBM, ആക്സിസ് ബാങ്ക്, Cred.ai, പൂർണ്ണം, ഇൻഫോവിഷൻ, ഇമ്പാക്റ്റീവ്, ധാരാളം, ആക്സെഞ്ചർ, L&T വന്നിട്ടുണ്ട്, ടെക് മഹീന്ദ്ര വന്നിട്ടുണ്ട്, ഉവായി, അങ്ങനെ ധാരാളം സാധനങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. മിഡ്സാഗ് വന്നിട്ടുണ്ട്, ക്യൂബസ്റ്റ്, MRF, അങ്ങനെ വലിയ വലിയ കമ്പനികളൊക്കെ എന്ത് വന്നിട്ടുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയ വലിയ കമ്പനികളൊക്കെ എന്ത് വന്നിട്ടുണ്ട്, അവിടെ പ്ലേസ്മെന്റ് എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ്, അവിടെ അത്യാവശ്യം നല്ല പ്ലേസ്മെന്റ് നടക്കുന്ന അത്യാവശ്യം നല്ലൊരു കോളേജ് ആണെന്ന് ഇതിന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ അവിടെ നമുക്ക് അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ നമ്മൾ നോക്കണം. ഇനി ഇതിനും മേലെയുള്ള കോളേജുകൾ ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. എവിടെ, ഇതിപ്പോ കണ്ണൂർ ജില്ലകളിലുള്ള ഉദാഹരണം, ഇതുപോലെ ബാക്കിയുള്ള ജില്ലയിലുള്ള ഒക്കെ പറയുമ്പോൾ അതിന് നമുക്ക് സൂട്ട് ആയിട്ടുള്ള കോളേജ് നമ്മൾ എന്ത് ചെയ്യണം, ചൂസ് ചെയ്യണം. റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ആൻഡ് ആക്ടിവിറ്റീസ്. Research centers and PhD program. The college offer PhD program in various engineering branches, civil, mechanical, electrical, affiliated with APJ. അതായത് PhD പ്രോഗ്രാം നടക്കുന്നുണ്ട്, സിവിലിനും മെക്കാനിക്കലിനും ഇലക്ട്രിക്കലിനൊക്കെ PhD പ്രോഗ്രാം നടക്കുന്നുണ്ടെന്ന് അവിടെ അതിന്റെ ഉള്ള റിസർച്ച് നടക്കുന്നുണ്ട്. സ്പെഷ്യലൈസ്ഡ് റിസർച്ച് സെന്റർ ഉണ്ട്, GC കണ്ണൂര്, ഡെഡിക്കേറ്റഡ് സെന്റർ സച്ച് ആസ് സെന്റർ ഫോർ എക്സലൻസ് ഇൻ സിസ്റ്റംസ് എനർജി ആൻഡ് എൻവയോൺമെന്റിൽ എന്തുണ്ട്, റിസർച്ച് ഉള്ള സെന്റർ ഉണ്ട്. ആൻഡ് റൂറൽ ടെക്നോളജി ഡെവലപ്മെന്റ് സെന്റർ ഉണ്ട്. ആൻഡ് കൊളാബറേറ്റീവ് റിസർച്ച് ആൻഡ് ലേണിംഗ് സെന്റർ ഉണ്ട്. ഓക്കെ, ഇന്നോവേഷൻ ആൻഡ് എന്റർപ്രണർഷിപ്പ് ആൻഡ് ഇന്നോവേറ്റീവ് ആൻഡ് എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് സെൽ, IEDC ഉണ്ട്. ഓക്കെ, അവിടെ IEDC ഉണ്ട്. അതായത് ഒരു സ്റ്റാർട്ടപ്പ് ഇതൊക്കെ തുടങ്ങാനും വേണ്ടിയിട്ടുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഇതിനെ നമുക്ക് ബിൽഡ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള സെന്ററാണ് IEDC സെൽ. അത് എല്ലാ കോളേജുകളിലും, ഓൾമോസ്റ്റ് എല്ലാ കോളേജുകളിലും IEDC സെൽ, അതൊരു കമ്മ്യൂണിറ്റി പോലെ ആയിരിക്കും, ക്ലബ്ബ് പോലെ ആയിരിക്കും. ഓക്കെ, IEDC ക്ലബ്ബ് ഉണ്ട്.
Individual business skill, and the college participates in the startup bootcamp scheme of the Kerala Startup Mission-ആയിട്ട് ചേർന്ന് ബൂട്ട് ക്യാമ്പുകൾ നടത്താറുണ്ട്. ഇൻഡസ്ട്രി കൊളാബറേഷൻസ് പ്രൊജക്ട്. The faculty secure research granted from agencies like DST, SCRB, ANERT, and CERD. The college has collaboration with institutions such as ഡെൽഫ്റ്റ് യൂണിവേഴ്സിറ്റി, നെതർലാൻഡ് ആൻഡ് കെൽട്രോൺ, മലബാർ ക്യാൻസർ സെന്റർ. അതായത് ധാരാളം പുറത്തുള്ളതും അല്ലെങ്കിൽ ഇൻഡസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രി കമ്പനികളുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കൊളാബറേറ്റ് ആയിട്ട് പ്രൊജക്ട്സുകൾ ചെയ്യാറുണ്ട്. ഇതൊക്കെ ഭയങ്കര ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം നമുക്ക് അത്തരത്തിലുള്ള ഒരു പ്രൊജക്ട്സിലോട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് അവിടെ ഉണ്ട്. അപ്പൊ നമ്മളൊരു കോളേജിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കൊളാബറേറ്റീവ് പ്രൊജക്റ്റിൽ വർക്ക് ചെയ്ത് നമ്മളെ സ്കില്ല് അങ്ങനെയല്ലേ, സ്കില്ലും നമ്മുടെ നോളജും അവിടെയാണ് വർദ്ധിക്കുക. നമുക്ക് ഇൻഡസ്ട്രിയിൽ എന്താണ് ചെയ്യാൻ പോകുന്ന വർക്കുകൾ നമുക്ക് ചെയ്ത് പഠിക്കാൻ, എക്സ്പീരിയൻസ് ആവാനുള്ള ഓപ്ഷൻസ് കിട്ടുകയാണ്. ആക്റ്റീവ് ടെക്നിക്കൽ ബോഡീസ്. ദ ക്യാമ്പസ് വിച്ച് ആക്റ്റീവ് ചാപ്റ്റേഴ്സ് IEEE ഉണ്ട്, IEDC ഉണ്ട് ആൻഡ് ICI ഉണ്ട്. ഓക്കെ, അവിടെ അതാ പറഞ്ഞത്, കോളേജിലാകുമ്പോൾ ഫെസ്റ്റുകൾ ഉണ്ടാവും. ഫെസ്റ്റുകളുള്ള കോളേജുകൾ ഉണ്ടാവും. നമ്മളെ എൻജോയ്മെന്റും കൂടി നോക്കണ്ടേ. അപ്പോൾ ഫെസ്റ്റുകൾ അവിടെ നടന്നിട്ടുള്ള ഫെസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ അവേഗ എന്ന് പറഞ്ഞാൽ ടെക്നോ മാനേജ്മെന്റ് ഫെസ്റ്റ് ഉണ്ട്. മിലാഞ്ച് എന്ന് പറഞ്ഞ് ഇന്റർ ബ്രാഞ്ച് ഫെസ്റ്റിവൽ നടക്കാറുണ്ട്. ധ്രുവ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ലെവൽ ടെക് ഫെസ്റ്റ്, ICGC സ്റ്റേറ്റ് ലെവൽ ടെക് ഫെസ്റ്റ് ആണ് ധ്രുവ. ധ്രുവ ആയിരിക്കും അവരുടെ മെയിൻ ഫെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധ്രുവ ആയിരിക്കാനാണ് ചാൻസ്. ഓക്കെ, ആൻഡ് ദക്ഷ ആനുവൽ IST സ്റ്റേറ്റ് കൺവെൻഷൻ നടക്കാറുണ്ട്. ടെഡ്എക്സ് നടക്കാറുണ്ട്, ടെഡ്ടോക്സ് നടക്കാറുണ്ട്, രംഗോളി ഹോളിഡേ സെലിബ്രേഷൻ, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ കുറച്ച് ഫെസ്റ്റിന്റെ ഒക്കെ എന്താണ് ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. സൺബേൺ പാർട്ടി 2019 അവിടെ സൺബേൺ പാർട്ടിന്റെ പ്രോഗ്രാം അവർ നടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അടിപൊളി കോളേജാണ്. അവിടെയുള്ള സ്റ്റുഡൻസ് ലൈഫ് ആൻഡ് ക്ലബ്സുകൾ പറയുന്ന IEEE എന്ന് പറഞ്ഞ IEEE ഉണ്ട്. ഓക്കെ, ഇതൊരു ഇന്റർനാഷണൽ ക്ലബ്ബാണ്. ഒട്ടുമിക്ക കോളേജുകളിലും ഉണ്ടാവുന്ന ഒരു ക്ലബ്ബാണ്. ഓക്കെ, ഒരു ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ക്ലബ്ബാണ്, ഒരു ഇന്റർനാഷണൽ ക്ലബ്ബാണ്. IEDC ഉണ്ട്. ഓക്കെ, ഇന്നോവേഷൻ ആൻഡ് എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് സെന്റർ ഉണ്ട്. NSS ഉണ്ട്, NCC ഉണ്ട്. GCK എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കോളേജിന്റെ ഉള്ളിലുള്ള ഒരു ഇന്റേണൽ ക്ലബ് ആയിരിക്കും. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിലുള്ള NSS NCC ഒക്കെ നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെയുള്ള ക്ലബ്ബുകളാണ് ഇതൊക്കെ. GCK പേര് കൊണ്ട് വല്ല വുമൺ എംപവർമെന്റ് സെൽ അങ്ങനത്തെ എന്തെങ്കിലും ആയിരിക്കാനാണ് സാധ്യത. GDSC ഇതൊക്കെ കോഡിംഗ് റിലേറ്റഡ്, അതായത് പലതരത്തിലുള്ള ഫോട്ടോ ക്ലബ് ഉണ്ട്, ഫോട്ടോഗ്രാഫി ക്ലബ് ഉണ്ട്. GDSC എന്താണെന്നുള്ളത് നിങ്ങൾ നോക്കുക. ഒരു മിനിറ്റ്, ഞാൻ വേണമെങ്കിൽ ഒന്ന് അടിച്ചു നോക്കട്ടെ. GDSC മീൻസ് കോളേജ് ഹബ് ഫോർ ഇന്നോവേഷൻ ആൻഡ് ടെക്നോളജി ആസ് പാർട്ട് ഓഫ് ഗൂഗിൾ ഡെവലപ്പർ സ്റ്റുഡൻസ് ക്ലബ്. ഗൂഗിൾ ഡെവലപ്പർ സ്റ്റുഡൻസ് ക്ലബ് ആണ് എന്ത്, GDSC. അതുപോലെ കാലിപ്സോ GC കണ്ണൂരുണ്ട്. എന്ന് വെച്ചാൽ ഇത് അവിടുത്തെ ഒരു ക്ലബ് തന്നെയാണ്. സ്പേസ് ടെക്നോളജി അത്തരത്തിലുള്ള സാധനങ്ങളെ നോക്കാനും വേണ്ടിയിട്ടുള്ള സ്റ്റുഡൻസ് കമ്മ്യൂണിറ്റി ആണത്. അതുപോലെ ഇന്ത്യൻ സൊസൈറ്റി ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷന്റെ ക്ലബ് ഉണ്ട്. ഫോട്ടോഗ്രാഫി ക്ലബ് ആണെന്ന് തോന്നുന്നു. കാച്ച് ലൈറ്റ് ഫോട്ടോഗ്രാഫി ക്ലബ് ആയിരിക്കും കോളേജത്തെ. റോബോ CEK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ റോബോട്ടിക് ക്ലബ് ആയിരിക്കും. അതിന്റെ SAE ഇന്ത്യ, സൊസൈറ്റി ഓഫ് ഓട്ടോമേറ്റീവ് എഞ്ചിനീയറിംഗ് ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ധാരാളം ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒരു ഓട്ടോമാറ്റിക് കമ്മ്യൂണിറ്റി ആണ്. അത് ഇന്ത്യയിൽ മൊത്താകം മത്സരങ്ങളും, അതായത് സ്വന്തമായിട്ട് നമ്മൾ തന്നെ വണ്ടി ബിൽഡ് ചെയ്ത് ആ വണ്ടിയിട്ട് അവിടെ പോയി ട്രാക്കിൽ മത്സരങ്ങൾ, ഫോർമുല 1 പോലത്തുള്ള മത്സരങ്ങൾ നടത്തുന്ന, ഇന്ത്യ ഒട്ടാകെ നടത്തുന്ന ഇത്തരത്തിലുള്ള ഓട്ടോ ഷോകളും ഇതൊക്കെ നടത്തുന്ന ഒരു ക്ലബ്ബാണ് സായി ഇന്ത്യ. അതിന് തിങ്കർ ഹബ്, ഡെഫിനറ്റ്ലി തിങ്കിങ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഐഡിയ പിച്ചിങ് പോലത്തുള്ള ഒരു ഇന്നർ ക്ലബ് ആയിരിക്കാനാണ് സാധ്യത. അടുത്ത ഇന്ത്യൻ കോൺക്രീറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇതൊക്കെ പോലെ തന്നെയുള്ള ഒരു ക്ലബ്ബാണ്. അതൊരു ഇന്ത്യ ഒട്ടാകെയുള്ള സിവിൽ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്ലബ്ബാണ്. ഇതൊരു ഇലക്ട്രിക്കലും ആൻഡ് ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്ലബ്ബാണ്. ഇതൊരു ബിസിനസ് ഓർ സ്റ്റാർട്ടപ്പ് റിലേറ്റഡ് ക്ലബ്ബാണ്. NSS നിങ്ങൾക്ക് അറിയുന്നതാണ്, NCC നിങ്ങൾക്ക് അറിയുന്നതാണ്. ബാക്കിയുള്ള, അതായത്
ഈ ക്ലബ്ബുകളൊക്കെ അവിടെ അവൈലബിൾ ആവുന്ന പറഞ്ഞാൽ നമ്മൾ അവിടെ എന്ത് ചെയ്യാം, നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമ്മളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് ഫോട്ടോ എടുക്കാൻ ഭയങ്കര താല്പര്യമുള്ള ആൾക്ക് അതുപോലത്തെ ഉള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ എത്തിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും, അതിനുള്ള ഗ്രോത്ത് ഉണ്ടാവും. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി കോളേജിനെ പറ്റിയിട്ടുള്ള റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് നെറ്റിൽ നിന്ന് എടുത്തിട്ടുള്ള റിവ്യൂ ആണ്. കോളേജിനെ പറ്റി ഇറ്റ്സ് എ റിയലി ഗുഡ് ഹോസ്റ്റൽ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ placement about 10 students got placed to the top recruiters. L&T placements are comparatively low. Students CGPA get placement. In overall department there is a placement. CETയും GC തൃശ്ശൂരും നോക്കുമ്പോൾ പ്ലേസ്മെന്റ് കുറവാണെന്നാണ് ഏതൊരു സ്റ്റുഡൻസ് 2020 ബാച്ചിലുള്ള സ്റ്റുഡൻസ് കമന്റ് ചെയ്തിട്ടുള്ളത്. ഇൻഫ്രാസ്ട്രക്ചർ there is a Wi-Fi in college and hostel. There are lab with good facility, hostel great. അങ്ങനെ ധാരാളം കാര്യങ്ങൾ അതിനെ പറ്റി പറയുന്നുണ്ട്. ഒരു കുട്ടിയിട്ട അശ്വിൻ സി സന്തോഷ് എന്ന് പറഞ്ഞ ഒരു കുട്ടി ഇട്ടിട്ടുള്ള ഒരു കമന്റ് ആണ്. ഫാക്കൽറ്റി ടീച്ചേഴ്സ് ആർ ഹെൽപ്ഫുൾ ഫോർ സ്റ്റഡീസ്. ദ പാസ് പെർസെൻറ്റേജ് ഈസ് gradually increasing now, which is good for the students, and the college and teacher help during the lab session and clear doubts. Some faculty members are not relevant to today's work and helpful to make students industry ready. അതായത് കോളേജിനെ പറ്റിയിട്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, റിവ്യൂ ചെയ്തിട്ടുണ്ട്, കുട്ടികൾ തന്നെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. ദ കോളേജ് ഹാസ് റിയലി ഗുഡ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫെസിലിറ്റീസ് ആൻഡ് ദ പ്ലേസ്മെന്റിനെ പറ്റിയും the most of the companies are from IT sector. TCS records 70% of the students mechanical engineering. Such core company like MRF, VKC Core and the 2017 mechanical batch, 10 students got shortlisted for recruitment. One student got selected with a salary offer of around 50,000 per month. Compulsory internship. ധാരാളം കാര്യങ്ങളെ പറ്റി കുട്ടികൾ കമന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോ ഞാൻ റിവ്യൂ ഇവിടെ ഇട്ടത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഏകദേശം 1 lakh+ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോ 1 lakh+ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായതുകൊണ്ട് തന്നെ ഇതേ കോളേജ് ഇതിൽ പറയുന്ന എല്ലാ കോളേജുകളിലും കുട്ടികൾ പഠിക്കുന്നുണ്ടാവും. അപ്പൊ ആ കുട്ടികൾ ഇനി വരാൻ പോകുന്ന നിങ്ങളുടെ അനിയന്മാർക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ജൂനിയേഴ്സ് ആയിട്ട് വരാൻ പോകുന്ന സ്റ്റുഡൻസിനോ നിങ്ങളെ കോളേജിനെ പറ്റിയിട്ടുള്ള റിവ്യൂ, അതായത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും നമ്മുടെ കമന്റ് സെക്ഷനിൽ എന്ത് ചെയ്യുക, മെൻഷൻ ചെയ്യുക. അത് വേറൊരാൾക്ക് ഉപകാരപ്പെടും. ഓക്കെ, ഈ കോളേജിന്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെയാണ്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ അവിടെ ഉള്ളതും, ഇത് അവരുടെ വെബ്സൈറ്റിൽ നിന്നും ഇന്റർനെറ്റിൽ നിന്നുള്ള ഡാറ്റ വെച്ചിട്ടാണ് ഇത് മൊത്തം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒറിജിനൽ റിവ്യൂ, ജെന്യുവൻ റിവ്യൂ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ കോളേജിനെ പറ്റും അവരവരുടെ കോളേജിനെ പറ്റിയിട്ട് എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, അടുത്ത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തലശ്ശേരി. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തലശ്ശേരിയാണ്. ദിസ് കോളേജ് അണ്ടർ ദ CAPA അണ്ടറിൽ വരുന്നതാണ്. അതായത് കേരള ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള എഞ്ചിനീയറിംഗ് കോളേജ് ആണ്. കേരള ഗവൺമെന്റിന്റെ അണ്ടറിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് കൺട്രോൾഡ് ആണെന്നുള്ളൂ, അല്ലാതെ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് അല്ല. അതായത് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്, ഗവൺമെന്റ് എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്, ഗവൺമെന്റ് കോസ്റ്റ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്. അതായത് കോർപ്പറേറ്റീവ് സൊസൈറ്റിന്റെ കീഴിൽ വരുന്ന കോളേജുകൾ. 2000 എന്ത് വരുന്നത്, ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. അതായത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തലശ്ശേരി, എ ഗവൺമെന്റ് കോസ്റ്റ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജ് അണ്ടർ CAPE. ഓക്കെ, 2000 കോളേജ് എന്ത് ചെയ്ത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. കണ്ണൂരിലാണ്. കണ്ണൂരില് തലശ്ശേരി ടൗണിൽ നിന്ന് ഒരു 6.5 കിലോമീറ്റർ ഈസ്റ്റിലോട്ടായിട്ടാണ് കോളേജ് വരുന്നത്. ഓക്കെ, കോളേജിന്റെ വെബ്സൈറ്റ് ഉണ്ട്, എന്തുണ്ട്, കോൺടാക്ട് നമ്പർ ഉണ്ട്. അക്രഡിറ്റേഷൻ എവിടെയാണ്, NB അക്രഡിറ്റഡ് ആണ്, AICT ആണ്, KTU അഫിലിയേറ്റഡ് കോളേജ് ആണ്. ഓക്കെ, കോളേജിന്റെ കുറച്ച് ക്യാമ്പസിന്റെ നല്ല അടിപൊളി ഫോട്ടോസുകളുണ്ട്. കോളേജ് ക്യാമ്പസ് നല്ല അടിപൊളി കോളേജ്. ഓക്കെ, കോളേജിലെ ഇൻടേക്ക് പറയുന്നത് സിവിൽ എഞ്ചിനീയറിംഗ് 60 ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് 120 സീറ്റ് ഉണ്ട്. ആൻഡ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിന് 60 സീറ്റ് ഉണ്ട്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിന് 120 സീറ്റ് ഉണ്ട്. ഇൻഫർമേഷൻ ടെക്നോളജി 60 സീറ്റ് ഉണ്ട്. ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് 60 സീറ്റ് ഉണ്ട്. ആൻഡ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിന് 60 സീറ്റ് ഉണ്ട്. ടോട്ടൽ 540 സീറ്റുകൾ എവിടെ ഉണ്ട്,
കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തലശ്ശേരിയിലുണ്ട്. അഡ്മിഷൻ കീം വെച്ചിട്ട് അഡ്മിഷൻ കിട്ടും. മാനേജ്മെന്റ് കോട്ടയുണ്ട്, കൂടാതെ NRI കോട്ടയും ഉണ്ടാവും. ഓക്കെ, കട്ട് ഓഫ്, കീമിന്റെ കട്ട് ഓഫ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ സ്റ്റേറ്റ് മെറിറ്റ് ആണ് പറയുന്നത്. സിവിൽ എഞ്ചിനീയറിംഗിന് ഏകദേശം 38,841 കഴിഞ്ഞ വർഷം ലാസ്റ്റ് റാങ്ക് ആയിട്ട് വന്നത്. കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിന് 15,443 റാങ്ക് വന്നത്. ആൻഡ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് 22,947 ആൻഡ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിന് 29,526 ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിക്ക് 32,023 ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് 34,121 അതായത് ഏകദേശം ഒരു കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ ഇവിടെ കിട്ടണമെങ്കിൽ ഒരു 15,000 എന്ത് വരണം, കീം റാങ്ക് വന്നാലേ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തലശ്ശേരിയിലേക്ക് എന്ത് കിട്ടുള്ളൂ, സീറ്റ് കിട്ടുള്ളൂ. ബ്രാഞ്ച് വൈസ് മാറ്റമുണ്ട്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ കിട്ടണമെങ്കിൽ ഒരു 22,000 to 23,000 എന്തുണ്ടെങ്കിൽ റാങ്ക് ഉണ്ടെങ്കിൽ ഒരു 20 K+ അടുത്ത് റാങ്ക് ഉണ്ടെങ്കിൽ അവിടെ കിട്ടും. ഇനി ഇതാവുമ്പോ കാറ്റഗറി കാസ്റ്റ് വൈസ് എന്തുണ്ടാവും, മീൻസ് കാറ്റഗറി വൈസ് എന്തുണ്ടാവും, മാറ്റം ഉണ്ടാവും. ഈഴവ, മുസ്ലിമും, SC-ന്റെ ഒക്കെ പിന്നെ EWS ഒക്കെ ഉള്ളവരതൊക്കെ എന്ത് കൊടുത്തിട്ടുണ്ട്, സെപ്പറേറ്റ് റിസർവേഷൻ കാറ്റഗറി കൊടുത്തിട്ടുണ്ട്. അവിടുത്തെ ആനുവൽ ട്യൂഷൻ ഫീസ് പെർ ഇയർ എന്തായിരിക്കും, 86,000 രൂപ. അപ്രോക്സിമേറ്റ് 86,000 രൂപ വരും. നമ്മൾ നേരത്തെ പറഞ്ഞു ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ, അതായത് നല്ല റാങ്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ സീറ്റ് കിട്ടും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആകെ 14,150 രൂപയാണ് ട്യൂഷൻ ഫീസ് വരുന്നെങ്കിൽ ഗവൺമെന്റ് കോസ്റ്റ് ഷെയറിംഗ് കോളേജിൽ നിങ്ങൾക്ക് വരുന്ന ഫീസ് 86,000 ഒക്കെയാണ് അപ്രോക്സിമേറ്റ് വരുന്നത്. ഒരു 40-50 രൂപ ഒക്കെ എന്തായാലും വരും എന്താ ഫീസ് ആയിട്ട് തന്നെ. പിന്നെ ബാക്കിയുള്ള BTF ഫണ്ട്, അങ്ങനെ ധാരാളം സബ്സിഡറി ഫീസും കൂടി വരും. അപ്പൊ ഏകദേശം 86,000 രൂപ എന്ത് വരും, ഫീസ് ആയിട്ട് വരും. ഓക്കെ, ഇത് എന്ത് ചെയ്യണം, ഇത് ഫീസ് കോളേജിന്റെ വെബ്സൈറ്റിൽ കൊടുത്തു വെച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫെസിലിറ്റി 25 ഏക്കറാണ് കോളേജിന്റെ എന്ത് വരുന്നത്, ഏരിയ വരുന്നത്. അവിടെ സെൻട്രൽ കമ്പ്യൂട്ടിംഗ് ഫെസിലിറ്റി ഉണ്ട്, ഫ്യൂച്ചർ ടെക്നോളജി ഹബ് ഉണ്ട്, ട്രാൻസ്ലേഷൻ റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ഹബ് ഉണ്ട്, ഇൻഡസ്ട്രിയൽ പാർക്ക് ഉണ്ട്, ആൻഡ് സ്കില്ലിംഗ് സെന്റർ ഉണ്ട്. ദ ഫ്യൂച്ചർ ടെക്നോളജി ഹബ് ഈസ് എ വിഷണറി പ്രൊജക്ട് ദാറ്റ് സെർവ് ആസ് എ ഡയറക്റ്റ് ആൻഡ് എഫക്റ്റീവ് സൊല്യൂഷൻ ടു ദ ചലഞ്ച് ഫേസിംഗ് കേരള എഡ്യൂക്കേഷണൽ ആൻഡ് ഇൻഡസ്ട്രിയൽ എക്കോസിസ്റ്റം. The future technology hub is a visionary project that serves as a direct and effective solution to the challenges facing Kerala educational and industrial ecosystem face ചെയ്യുന്ന ചാലഞ്ചിനെ നോക്കാൻ വേണ്ടി ഫ്യൂച്ചർ ടെക്നോളജി ഹബ് ഉണ്ട്. അടുത്ത ലബോറട്ടറികളാണ്. മെറ്റീരിയൽ ടെസ്റ്റിംഗ് ലാബ് ഉണ്ട്, അനോലോഗ് ഇലക്ട്രോണിക്സ് ലാബ് ഉണ്ട്. മെറ്റീരിയൽ ടെസ്റ്റിംഗ് ലാബിന്റെ മറ്റൊരു ഫോട്ടോ ആണ്. സെൻട്രൽ കമ്പ്യൂട്ടിംഗ് ലാബ് ഉണ്ട്, ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക്സ് മെഷീനറി ലാബ് ഉണ്ട്, ഹീറ്റ് എഞ്ചിൻ ലാബ് ഉണ്ട്. ധാരാളം ലാബുകളൊക്കെ അതുപോലെ ഉണ്ട് എന്നാണ് ഉദ്ദേശിച്ചത്. അവിടുത്തെ പ്ലേസ്മെന്റ് സമ്മറി പറയുന്നത് ഹയസ്റ്റ് സാലറി പോയിട്ടുള്ളത് 11 LP ആണ്. ഹയസ്റ്റ് സാലറി പോയിട്ടുള്ളത്. ആവറേജ് സാലറി 3 to 4 LP ആണ്. ഓക്കെ, ഇപ്പൊ തന്നെ നമ്മൾ കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജും ഇതും തമ്മിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്ലേസ്മെന്റ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്താൽ മനസ്സിലാവും. കോളേജിന്റെ ക്വാളിറ്റി മാറുന്നത് മനസ്സിലാക്കാം, അതിനനുസരിച്ച് തന്നെ പ്ലേസ്മെന്റും വരുന്നത്. പ്ലേസ്മെന്റ് സ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ 2019-2020 153 പേർക്ക് ജോബ് ഓഫർ കിട്ടിയിട്ടുണ്ട്. 167 ജോബ് ഓഫറായി 2021. 2022 178 2022-23 110. 2023-2024 ഡാറ്റ വരെ അവൈലബിൾ ഉള്ളൂ. അതിൽ 157 ഓൺഗോയിങ് ആണ് കൊടുത്തിട്ടുള്ളത്. 2025 പ്ലേസ്മെന്റ് ഒക്കെ നടക്കാൻ പോകുന്നേ ഉള്ളൂ. മീൻസ് കുറച്ചൊക്കെ നടന്നിട്ടുണ്ടാവും, എന്നാലും നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അവിടെ വന്നിട്ടുള്ള കമ്പനി വിസിറ്റഡ് പറയുന്നത് TCS, വിപ്രോ, ഇൻഫോസിസ്, EY, ടാറ്റ എൽക്സി, സോഹോ, കൊഗ്നിസന്റ്, കാപ്റ്റിമിനി, പൂർണ്ണം, ക്രെഡോട്ട്, എമറിഗോ, HCL മെയിൻ കമ്പനികളൊക്കെ, കുറച്ചൊക്കെ മെയിൻ കമ്പനികളൊക്കെ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, വിസിറ്റ് ചെയ്തിട്ടുണ്ട് എന്നർത്ഥം. ഇനി അവിടുത്തെ റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ആൻഡ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ നോളജ് ഇൻക്യുബേഷൻ സെന്റർ ഉണ്ട്. KIC എന്ന് പറഞ്ഞ ഒരു സെൽ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്.
promote, identifies and support new research areas for faculty, students and providing technical support to the technology business incubation. IEDs encourage entrepreneurship, offering mentoring, networking and support for developing prototype and business ideas. അടുത്ത ഫ്യൂച്ചർ ഡെവലപ്മെന്റ്സ് ആണ്. A 50 crore Kerala Future Technology Hub is being established in partnership with the KIFBI to turn the college into a center of excellence for research and innovation and industry partnershipന് വേണ്ടിയിട്ട് ഒരു 50 കോടിന്റെ കിഫ്ബിന്റെ പ്രൊജക്ട് അവിടെ വരാൻ പോകുന്നുണ്ട്. സ്റ്റുഡന്റ് പ്രൊജക്ട് പ്രീവിയസ് പ്രൊജക്ട് ഇൻക്ലൂഡഡ് ഇന്റലിജന്റ് അസിസ്റ്റന്റ്, മൈ ബഡ്ഡി, ഓട്ടോമേറ്റഡ് ന്യൂസ് സമ്മറൈസേഷൻ ആൻഡ് ഇൻ ദ എൻവയോൺമെന്റൽ സെക്ടറിൽ ഗ്രീൻ എർത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്റ്റുഡന്റ് പ്രൊജക്ടുകൾ അവിടെ നിന്നാണ് വന്നിട്ടുള്ളത്. മൈ ബഡ്ഡി, ന്യൂസ് സമ്മറൈസേഷൻ ആൻഡ് ഗ്രീൻ എർത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്റ്റുഡൻസിന്റെ പ്രൊജക്ടുകളൊക്കെ അവിടെ നിന്ന് വന്നിട്ടുണ്ട്. അവിടെ നടക്കുന്ന ഫെസ്റ്റുകൾ, ടെക്നിക്കൽ ഫെസ്റ്റ് അഗ്നീറ്റസ് 2023 സൈനാപ്റ്റിക്സ് 2026 സിനാപ്റ്റിക്സ് 2026 ഫെസ്റ്റിന്റെ പേരൊക്കെ വായിക്കൊള്ളാൻ പറ്റാത്ത പേര് തന്നെ എല്ലാവരും ഇടുള്ളൂ. അതാണ് അതിന്റെ ഒരു ഭംഗി, അതുകൊണ്ടാണ് കാര്യം കണ്ട. ഓക്കെ, അപ്പോ ധാരാളം ഫെസ്റ്റുകൾ ഇവിടെ നടക്കാറുണ്ട്. ധാരാളമല്ല, ഒരു 2-3 ഫെസ്റ്റിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഫെസ്റ്റ് ഒക്കെ ഉള്ള കോളേജിൽ തന്നെ ജോയിൻ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ കോളേജ് ലൈഫ് എന്തായിത്തോളും, ബോറായി തുടങ്ങും. അപ്പോൾ പിന്നെ ഈ ഫെസ്റ്റ് എന്ന് പറയുന്നത് അവിടെ ആരും നടത്താനിരിക്കുന്നവരെന്നല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയറിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് ഫെസ്റ്റ് ഒന്നും നടത്താൻ പറ്റില്ലെങ്കിലും നിങ്ങൾ സീനിയേഴ്സ് തന്നെയാണ് അവിടുത്തെ ഫെസ്റ്റ് ഒക്കെ നടത്തുക. അതായത് നിങ്ങൾ സെക്കൻഡ് ഇയറിലോ അല്ലെങ്കിൽ തേർഡ് ഇയറിലോ എത്തുമ്പോൾ നിങ്ങളാണ് എന്ത് ചെയ്യുക, ഫെസ്റ്റ് നടത്തുക. കോളേജ് അല്ല ഈ ഫെസ്റ്റ് ഒന്നും നടത്തുക, പിള്ളേരാണ് നടത്തുക. ഓക്കെ, അപ്പോ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റിയിൽ നിങ്ങൾ പാർട്ട് ആവുമ്പോഴാണ് ഓരോ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നതും ഫിനാൻസ് മാനേജ് ചെയ്യുന്നതും പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നതും ഇത്തരത്തിലുള്ള സ്കില്ലുകൾ നിങ്ങൾ അറിയാതെ നിങ്ങൾ അച്ചീവ് ചെയ്യണം. ഓക്കെ, എക്സ്പോഷർ അങ്ങനെയാണ് കിട്ടുക. അടുത്ത സ്റ്റുഡന്റ് ലൈഫ് ആൻഡ് ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ അവിടെ IEEE ഉണ്ട്, IEDC ഉണ്ട്, NSS ഉണ്ട്, NCC ഉണ്ട്, ആർട്സ് ക്ലബ്ബ് ഉണ്ട്, സ്പോർട്സ് ക്ലബ്ബ് ഉണ്ട്, KSDC എൻറിച്ച് എംപവർ സക്സീഡ്, KSDC എന്ന് പറഞ്ഞ ഒരു ക്ലബ്ബ് ഉണ്ട്. NPTEL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ പ്രോഗ്രാം ഓൺ ടെക്നോളജി എൻഹാൻസ്ഡ് ലേണിംഗ്. അത് എല്ലായിടത്തും നമുക്ക് എന്തുണ്ട്, ആക്സസ് ഉള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഓൺലൈൻ കോഴ്സുകളൊക്കെ IIT നടത്തുന്ന ഓൺലൈൻ കോഴ്സുകളൊക്കെ നോക്കാനും വേണ്ടിയിട്ടുള്ളതാണ് ഇത് NPTEL. ഓക്കെ, കോളേജിനെ പറ്റിയിട്ടുള്ള റിവ്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു 2027 ബാച്ച് ഓവറോൾ ദ ആവറേജ് എക്സ്പീരിയൻസ് ആസ് സം പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്സ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അടുത്ത കുട്ടി ഓസം ക്യാമ്പസ് വിത്ത് ഗുഡ് സ്റ്റാഫ്, എ വെരി ഗുഡ് ഇൻഫ്രാസ്ട്രക്ചർ വിത്ത് ഗ്രീൻ ആംബിയൻസ്. ഇതിൽ ബാക്കി കോളേജിനെ പറ്റിയുള്ള റിവ്യൂ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്, വായിക്കുക കോളേജിനെ പറ്റിയുള്ള റിവ്യൂ. ഇത് മാത്രമല്ല, ഇതല്ലാത്ത ഒരു കോളേജിന്റെ ഗൂഗിൾ മാപ്പ് റിവ്യൂ എടുത്താൽ തന്നെ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് അതിൽ നിന്ന് കാണാൻ പറ്റും. കൂടാതെ ഈ കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് എന്ത് ചെയ്യുക, നിങ്ങളെ കോളേജിനെ പറ്റിയിട്ടുള്ള റിവ്യൂ എന്ത് ചെയ്യുക, താഴെ കമന്റ് ചെയ്യുക കേട്ടോ. ഇത് ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്യും, ഉപകാരപ്പെടും. അടുത്ത കോളേജ് എന്ന് പറഞ്ഞാൽ മലബാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അഞ്ചരക്കണ്ടി. ഓക്കെ, മലബാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അഞ്ചരക്കണ്ടിയാണ്. കോളേജിന്റെ കോഡ് കൊടുത്തിട്ടുണ്ട്. ഇതൊരു സെൽഫ് ഫിനാൻസിങ് കോളേജാണ്. ഓക്കെ, ആദ്യം നമ്മൾ പറഞ്ഞത് ഒരു ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ആയിരുന്നു. രണ്ടാമത് നമ്മൾ പറഞ്ഞത് ഒരു ഗവൺമെന്റ് കോസ്റ്റ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജ് ആയിരുന്നു. മൂന്നാമത് നമ്മൾ പറയാൻ പോകുന്നത് ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജ് ആണ്. 2010 ആണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇത് കണ്ണൂരാണ്, കണ്ണൂർ അഞ്ചരക്കണ്ടിയിലാണ് ഉള്ളത്. ഓക്കെ, കോളേജിന്റെ വെബ്സൈറ്റും കോണ്ടാക്ട് നമ്പറും കൊടുത്തിട്ടുണ്ട്. NBA അക്രഡിറ്റഡ് ആണ്, NAC അക്രഡിറ്റഡ് ആണ്, ISO ഉണ്ട്, AICTU ആൻഡ് KTU അഫിലിയേഷൻ ഉണ്ട്. ക്യാമ്പസിന്റെ ഫോട്ടോഗ്രാഫാണ് കാണുന്നത്. കൊള്ളാം. ഓക്കെ, കോളേജിലെ ഇൻടേക്ക് എന്ന് പറഞ്ഞാൽ സിവിൽ എഞ്ചിനീയറിംഗിന് 30 സീറ്റ് ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് 60 സീറ്റ്, ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ എഞ്ചിനീയറിംഗിന് 60 സീറ്റ് ഉണ്ട്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് 15 സീറ്റ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് 15 സീറ്റ്, ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് 60 സീറ്റ്,
കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, സൈബർ സെക്യൂരിറ്റിക്ക് 60 സീറ്റ്. അങ്ങനെ ടോട്ടൽ 300 സീറ്റാണ് ഈ കോളേജിലുള്ളത്. അഡ്മിഷൻ കീം വഴി, മാനേജ്മെന്റ് വഴി, NRI കോട്ട വഴി കയറാം. സിവിൽ എഞ്ചിനീയറിംഗിന്റെ ലാസ്റ്റ് റാങ്ക് വന്നിട്ടുള്ളത് 64,566 ആണ്. അതായത് 64,566 ആളാണ് ഇവിടെ ലാസ്റ്റ് കയറിയിട്ടുള്ളത്. ഇത് ലാസ്റ്റ് റാങ്ക് വെച്ചിട്ടാണ് നമുക്ക് കോളേജിന്റെ നിങ്ങളെ റാങ്കിൽ ഏതൊക്കെ ബെസ്റ്റ് കോളേജ് കിട്ടുക എന്നുള്ളത് നോക്കുക. അതിന്റെ കൂടെ തന്നെ എന്തും കൂടി വെക്കുക, ബാക്കിയുള്ള കാര്യങ്ങളും കൂടി നോക്കുക. വെറും ലാസ്റ്റ് റാങ്ക് മാത്രം നോക്കുന്നതിന് പകരം ആ കോളേജ് കിട്ടുന്നു കണ്ടു കഴിഞ്ഞാൽ ആ കോളേജിനെ പറ്റിയിട്ടുള്ള ബാക്കിയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് യോജിക്കുന്നതാണെങ്കിൽ മാത്രമേ ആ കോളേജിൽ പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻസ് ചൂസ് ചെയ്യും. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് 57,879 മാർക്ക് റാങ്കുള്ള ആൾ കയറിയിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് CS ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് 66,398. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ 27,856. ബാക്കി ഈ കോളേജിൽ അപ്പൊ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് മാത്രമാണ് ലാസ്റ്റ് റാങ്ക് നല്ല കുറവ്, 27,846 വരുന്നത്. ബാക്കി എല്ലാതും ഒരു 60 ഒരു 50 പ്ലസ് ആണ്. ഒരു 60 സംതിങ്ങിലാണ് വരുന്നത്, 60K വരുന്നത് ആകെ ഇലക്ട്രോണിക്സ്. അപ്പൊ ഇവിടുത്തെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ ആൾക്കാർ ഈ റേഞ്ച് ഉള്ളവരെ എന്ത് ചെയ്യാണ്, പ്രിഫർ ചെയ്യുന്നുണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ, ഫീസ് ഡീറ്റെയിൽസ് എന്ത് എടുത്തിട്ടില്ല, കോളേജ് വെബ്സൈറ്റിലില്ല. സെൽഫ് ഫിനാൻസിങ് കോളേജ് ആയതുകൊണ്ട് തന്നെ എന്തായാലും ലാക്സ് ആയിരിക്കും, ലക്ഷങ്ങളായിരിക്കും ഫീസ് വരിക. എന്നുവെച്ചാൽ 1-1.5 ലക്ഷം രൂപയൊക്കെ എന്തായാലും വരാൻ ചാൻസ് ഉണ്ട്. ഫീസ് അവർ ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. അത് നിങ്ങൾ ആ കോളേജിലാണ് പഠിക്കാൻ പോവുകയാണെങ്കിൽ അത് അവരുടെ ആയിട്ട് എന്ത് ചെയ്യാണ് സംസാരിക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫെസിലിറ്റീസ് 220 ഏക്കർ ക്യാമ്പസ് ഏരിയ ഉണ്ട്. അതായത് വലിയൊരു ക്യാമ്പസ് ആണ്. 220 ഏക്കർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ക്യാമ്പസ് ആണ്. സെൻട്രൽ ലൈബ്രറി വിത്ത് 14,000 ബുക്സ്, ഡിപ്പാർട്ട്മെന്റ് ലൈബ്രറി ഉണ്ട്, വൈഫൈ എനേബിൾഡ് ക്യാമ്പസ്, ബാങ്കിങ്, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി, കോൺഫറൻസ്, വുമൻ സെമിനാർ, ബേസിക് കമ്മ്യൂണിറ്റീസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. എക്സ്ട്രാ ഒന്നും പറയുന്നില്ല. ഏക്കർ 220 ഏക്കർ ഉണ്ട്. മെക്കാനിക്കൽ ലാബ് ഉണ്ട്, മെഷീൻ ലാബ്, ഇലക്ട്രോണിക്സ് ലാബ്, സെൻട്രൽ ഫെസിലിറ്റി കമ്പ്യൂട്ടിംഗ് ലാബ് ആൻഡ് മെറ്റീരിയൽ ലാബ് ആയിരിക്കും, ആൻഡ് ഡ്രോയിങ് ലാബ്. ഇത്തരമുള്ള ലാബുകളൊക്കെ ഉണ്ട്. ഹയസ്റ്റ് സാലറി എവിടെയും മെൻഷൻ ചെയ്ത് കണ്ടിട്ടില്ല. ആവറേജ് സാലറി 7 to 9 LPA വന്നിട്ടുണ്ട്. ആവറേജ് സാലറി 7 മുതൽ 9 LPA വരെ വന്നിട്ടുണ്ട് എന്നാണ് കോളേജ് വെബ്സൈറ്റിൽ നിന്ന് കിട്ടിയ ഡാറ്റ. അപ്പോ എല്ലാവർക്കും എന്താ ആവറേജ് സാലറി എന്ന് പറഞ്ഞാൽ കിട്ടിയത് വെച്ചിട്ടാണ് സംസാരിക്കുക. എല്ലാവർക്കും എന്തുണ്ടാവണമെന്നില്ല, പ്ലേസ്മെന്റ് ഉണ്ടോ ഇല്ല എന്നുള്ളൊരു ഡാറ്റ ഒന്നുമില്ല. ആവറേജ് സാലറി വന്നിട്ടുള്ളത് 7 to 9 LPA ആണ്. TCS വന്നിട്ടുണ്ട്, വിപ്രോ, ഇൻഫോസിസ്, ക്യാപ്ജിമിനി, ഇൻഫിനിസ് IT സൊല്യൂഷൻ, L&T അവിടെ വന്നിട്ടുണ്ട്. L&T നല്ലൊരു കമ്പനിയാണ്. L&T വന്നിട്ടുണ്ട്, IBM വന്നിട്ടുണ്ട്, ടെക് മഹീന്ദ്ര വന്നിട്ടുണ്ട്, ആദിത്യ ബിർള, അൾട്രാടെക് ആൻഡ് റോയൽ എൻഫീൽഡ് ആൻഡ് ടെക്നോളജീസ്. ഇത്തരത്തിലുള്ള കമ്പനികളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അടുത്ത റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ IEDC സെൽ ഉണ്ട്. 2016 എസ്റ്റാബ്ലിഷ്ഡ് ആയതാണ്. ക്രിയേറ്റീവ് ആൻഡ് എന്റർപ്രണർഷിപ്പ്, ഓർഗനൈസിംഗ് വർക്ക്ഷോപ്പ് ആൻഡ് സപ്പോർട്ടിംഗ് സ്റ്റാർട്ടപ്പ് ആൻഡ് കീ ഇന്നോവേറ്റീവ് എക്സാമ്പിൾസ്. ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഈസ് റെക്കഗ്നൈസ്ഡ് ഫോർ ഡിസൈനിങ് ആൻഡ് ലോഞ്ചിങ് ദ ടൊമോഡാച്ചി, എ റോബോട്ട് ക്രിയേറ്റഡ് ടു അസിസ്റ്റ് ഡോക്ടേഴ്സ് ഇൻ ICU. ICUയിൽ ഡോക്ടേഴ്സിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റോബോട്ടാണ് ടൊമോഡാച്ചി. particularly during the pandemic, which highlight their work in automation and biomedical applications. വേണ്ടിയിട്ട് ഒരു റോബോട്ട് എന്തോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പാൻഡമിക്കിന്റെ സമയത്ത്. റിസർച്ച് ഏരിയ, ദ ഫാക്കൽറ്റി ആൻഡ് സ്റ്റുഡൻസ് ആർ ആക്റ്റീവ്ലി ഇൻവോൾവ്ഡ് ഇൻ ഏരിയാസ് ലൈക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടിക്സ്, എംബഡഡ് സിസ്റ്റം ആൻഡ് IoT. Industrial collaboration institute maintains strong linkage with industries for internship, workshop and technical skills. ഇൻഡസ്ട്രി ആയിട്ട് എന്തുണ്ട്, റിലേഷൻഷിപ്പ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഫെസ്റ്റുകൾ, ടെക് ആൻഡ് കൾച്ചറൽ ഫെസ്റ്റുകൾ നടക്കുന്നതിന്റെ കുറച്ച് പോസ്റ്ററുകൾ ഇവിടെ ഉണ്ട്. ഓക്കെ, അവിടെ നടന്നിട്ടുള്ള ടെക് ഫെസ്റ്റിന്റെ ഒക്കെ കുറച്ച് പോസ്റ്ററുകൾ ഉണ്ട്. ടെക് ഫെസ്റ്റുകളൊക്കെ ഇപ്പൊ നേരത്തെ പറഞ്ഞിട്ടുള്ള
ഇതുവരെ പറഞ്ഞാൽ ഏറ്റവും നല്ല അടിപൊളി ടെക് ഫെസ്റ്റും സാധനങ്ങളും നടക്കുക കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജ് തന്നെയാണ്. അവിടെയാണ് അത്രയും ലാർജ് സ്കെയിലുള്ള ടെക് ഫെസ്റ്റുകൾ. കാരണം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ അതിൻ്റെതായിട്ടുള്ള എന്തുണ്ടാവും, ഫ്രീഡം കൂടി ഉണ്ടാവും. സ്റ്റുഡൻസ് ലൈഫ് ആൻഡ് ക്ലബ്സിൽ അവിടെ NSS ഉണ്ട്, സ്പോക്കൺ ട്യൂട്ടോറിയൽ ഉണ്ട്, സ്പോക്കൺ ഇംഗ്ലീഷോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള എന്തെങ്കിലും കമ്മ്യൂണിറ്റി ആയിരിക്കും. IEDC ഉണ്ട് ആൻഡ് സ്റ്റാർട്ടപ്പ് മിഷൻ, കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ക്ലബ് ഉണ്ട്, ആർട്സ് ക്ലബ്ബും സ്പോർട്സ് ക്ലബ്. ഓക്കെ, റിവ്യൂസ് കൊടുത്തിട്ടുണ്ട്. ഗുഡ് പ്ലേസ് ടു സ്റ്റഡി CS പഠിക്കാൻ നല്ലതാണെന്നാണ് ഒരാൾ പറയുന്നത്. അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ, ടീച്ചേഴ്സ് ആർ വെരി ഹെൽപ്ഫുൾ ആർ ഡൂയിങ് ദർ ബെസ്റ്റ് ഫോർ അസ്. ഓക്കെ, അത് നിങ്ങൾ വായിച്ചു നോക്കാം. I am dissatisfied because of the teachers, but the placement were good in 2019. 2019 പ്ലേസ്മെന്റ് നല്ലതായിരുന്നു, ടീച്ചേഴ്സിനെ കൊണ്ടുപോകാൻ സാറ്റിസ്ഫൈഡ് അല്ല എന്നാണ് പറഞ്ഞത്. സ്പെഷ്യൽ ലാബ് ആൻഡ് ഹൈ സ്പീഡ് അവൈലബിൾ, 300 റൂം, അക്കാദമിക് ബിൽഡിംഗ് 7 ഫ്ലോർ, ഈച്ച് ഫ്ലോർ ആർ മോർ ദാൻ 10 റൂംസ്, മെക്കാനിക് എല്ലാം പറയുന്നുണ്ട്. ദീസ് ആർ ബിഗിനർ, ജസ്റ്റ് ഗ്രാജുവേറ്റ് M.Tech ഡിഗ്രി. ക്യാമ്പസിന് ടീച്ചേഴ്സും സ്റ്റുഡൻസും കൂടി തന്നെയാണ്. ഓൾമോസ്റ്റ് 30% സ്റ്റുഡൻസ് ഗോട്ട് പ്ലേസ്ഡ് ഇൻ വേരിയസ് കമ്പനി, ഇന്റേൺഷിപ്സ് ആർ പ്രൊവൈഡഡ്. അതൊക്കെ നടക്കുന്നുണ്ട് എന്നാണ് സ്റ്റുഡൻസ് പറയുന്നത്. ഇനി ഇതേ കോളേജിൽ പഠിക്കുന്ന എന്ത് ചെയ്യുക, സ്റ്റുഡൻസ് എന്ത് ചെയ്യുക, നിങ്ങളെ കോളേജിനെ പറ്റിയിട്ടുള്ള റിവ്യൂ കമന്റ് ചെയ്യുക കേട്ടോ. അടുത്ത് വിമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ചെമ്പേരി. ഓക്കെ, അപ്പൊ എഞ്ചിനീയറിംഗ് കോളേജ് വിമൽ ജ്യോതിയാണ്. അതും എന്താണ്, ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജ് ആണ്. 2002 അത് എന്ത് ചെയ്ത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. എവിടെയാണുള്ളത്, ചെമ്പേരി എന്ന സ്ഥലത്താണ് ഉള്ളത്. അതിന്റെ വെബ്സൈറ്റ് ഉണ്ട്, ഫോൺ നമ്പർ ഉണ്ട്. NBA-യും NAC അക്രഡിറ്റഡ് ആണ്. AICTE അണ്ടറിലാണ് വരുന്നത്. അഫിലിയേഷൻ KT അഫിലിയേഷന്റെ കീഴിൽ വരുന്ന കോളേജാണ് എന്ത്, വിമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ്. വിമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിന്റെ നല്ല കിഡിലൻ ഫോട്ടോസുകൾ ഉണ്ട്, കോളേജിന്റെ ക്യാമ്പസ് ഫോട്ടോസുകൾ ഉണ്ട്. ബാക്കിയുള്ള ഫോട്ടോസുകളും നിങ്ങളിവിടെ നെറ്റിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക. നിങ്ങളുടെ ടെസ്റ്റിനനുസരിച്ചുള്ള ക്യാമ്പസ് ആണോ എന്ന് നോക്കാം. ഓക്കെ, അടുത്ത് അവിടുത്തെ ഡിപ്പാർട്ട്മെന്റ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് 240 സീറ്റ് ഉണ്ട്. വാവ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് CS-ന് 240 സീറ്റ് ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഡിസൈനിന് 30 സീറ്റ് ഉണ്ട്. ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസിന് 120 സീറ്റ് ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് സൈബർ സെക്യൂരിറ്റിക്ക് 60 സീറ്റ് ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആൻഡ് ബിസിനസ് സിസ്റ്റത്തിന് 30 സീറ്റ് ഉണ്ട്. അതായത് ഫുള്ള് കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഒട്ടുമിക്ക ബ്രാഞ്ചുകളും അവിടെ ഉണ്ട്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 30 സീറ്റ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് 60 സീറ്റ് ഉണ്ട്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന് 30 സീറ്റ് ആൻഡ് സിവിൽ എഞ്ചിനീയറിംഗിന് 30 സീറ്റ്. അങ്ങനെ ടോട്ടൽ 630 സീറ്റ് ഉണ്ട്. അപ്പൊ നമ്മൾക്ക് അഡ്മിഷൻ കിട്ടാനുള്ള വഴികൾ എന്ന് പറഞ്ഞാൽ സ്കീം, മാനേജ്മെന്റ്, NRI. ഓക്കെ, സ്കീം, മാനേജ്മെന്റ്, NRI വഴിയൊക്കെ അഡ്മിഷൻ കിട്ടും. സ്റ്റേറ്റ് മെറിറ്റ് പറയുമ്പോൾ സിവിൽ എഞ്ചിനീയറിംഗിന് 38,000 നോക്കാമല്ലോ. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഡിസൈനിങ് കിട്ടുകയാണെങ്കിൽ 48, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് 33,000, ഇലക്ട്രോണിക്സിന് 35 സംതിങ്, ഇലക്ട്രിക്കലിന് 46, മെക്കാനിക്കൽ 48, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് 36 വേണം, സൈബർ സെക്യൂരിറ്റിക്ക് 38 സംതിങ് വേണം, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആൻഡ് ബിസിനസ് സിസ്റ്റം എന്നുള്ളതിന് 53,112 ലാസ്റ്റ് റാങ്ക് വന്നത്. ഓക്കെ, ഇനി അവിടുത്തെ ഒരു ഫീ സ്ട്രക്ചർ ഫോർ ദ 2025 to 2026 വേറത്തെ ഒരു ആവറേജ് ആനുവൽ ട്യൂഷൻ ഫീ എന്ന് പറഞ്ഞാൽ 1 ലക്ഷം പെർ ഇയർ ആണ്. 1,01,500 രൂപ പെർ ഇയർ എന്നാണ് അവർ കൊടുത്തിട്ടുള്ള ബ്രോഷർ പ്രകാരം കിട്ടിയിട്ടുള്ള ഡാറ്റ. വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ള ഡാറ്റ പ്രകാരം 1,01,500 രൂപയാണ് വിമൽ ജ്യോതിത്തെ ഫീസ് പറയുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി 30 ഏക്കറാണ് എന്തുള്ളത്, ഏരിയ ഉള്ളത്. ICT enabled classroom, library constructed in 1,000 square meter,
of carpet area with 325 square meter of reading space and 200 seating containing 46,000 K ബുക്സുകൾ അവിടെ ഉണ്ട്. 46,152 ബുക്സുള്ള ലൈബ്രറി ഫെസിലിറ്റി ഉണ്ട് എന്നാണ് പറയുന്നത്. ലബോറട്ടറീസ്, റിസർച്ച് ലാബ്, പ്രോസസ്സസ് സെൻട്രൽ ലാബ്, എം മെറ്റീരിയൽ ആൻഡ് ടെസ്റ്റിംഗ് കോൺക്രീറ്റ് ലാബ്, ഇൻസ്ട്രുമെന്റൽ ലാബ്, തെർമൽ എഞ്ചിനീയറിംഗ് ലാബ്, റോബോട്ടിക് ലാബ്, ഇത്തരത്തിലുള്ള ലാബുകൾ അവിടെ ഉണ്ട്. പ്ലേസ്മെന്റ് സമ്മറി, അവിടെ പോയിട്ടുള്ള ഹയസ്റ്റ് സാലറി എന്ന് പറഞ്ഞാൽ 10.55 LP ആണ് അവിടുത്തെ പോയിട്ടുള്ള ഹയസ്റ്റ് സാലറി. ആവറേജ് സാലറി 3 to 4.5 LP ആണ്. ഓക്കെ, ഇത് കോളേജിന്റെ വെബ്സൈറ്റിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഡാറ്റയാണ്. അവിടുത്തെ ടോപ്പ് റിക്രൂട്ടേഴ്സ് ആയിട്ട് വന്നിട്ടുള്ള TCS, ഫെഡറൽ ബാങ്ക്, ഇൻഫോസിസ്, വിപ്രോ, UST, ഹിറ്റാച്ചി, കോഗ്നിസൻ, സിസ്റ്റൂൾസ്, ഇത്തരത്തിലുള്ള കമ്പനികളാണ് അവിടെ ടോപ്പ് റിക്രൂട്ടേഴ്സ് ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, 3 മുതൽ 4.5 LP വരെ ആവറേജ് ഉണ്ട് വന്നിട്ടുണ്ട്. റിസർച്ച്, ഇന്നോവേഷൻ ആൻഡ് ആക്ടിവിറ്റീസ്, അവിടെ എന്തുണ്ട്? IEDC സെല്ല്, VJ ഇൻസ്പയർ, നോട്ട് ഫോർ പ്രോഫിറ്റ് installation supporting students entrepreneurs from idea formulation to final product development including field survey, prototype building, business planning and IPR assistance. Institute Innovation Council ഉണ്ട്. Work in line with the Ministry of Education Innovation Cell to foster a startup culture, organize FDP, faculty development program, seminar and workshops. Okay, and help the develop prototypes. Research cell and IPR cell. These bodies are established to enhance the quality of research, manage intellectual property rights and secure fund for research and product development from various agencies like DST, AICT and MHRD. ഇത്തരത്തിലുള്ള ഏജൻസിന്നൊക്കെ എന്ത് കിട്ടാൻ, ഫണ്ടൊക്കെ കിട്ടാനും വേണ്ടിയിട്ടുള്ള സെല്ലാണ് റിസർച്ച് സെൽ ആൻഡ് IPR സെൽ. ഇൻക്യുബേഷൻ ഫെസിലിറ്റീസ് ഉണ്ട്. VJC പ്രൊവൈഡ് ഇൻക്യുബേഷൻ സപ്പോർട്ട് ഫോർ ഇന്നോവേറ്റീവ് പ്രൊജക്ട്. VJCT എന്ന് പറഞ്ഞാൽ വിമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് എന്നാട്ടോ. അതിനുള്ള പ്രൊജക്റ്റിനൊക്കെ സപ്പോർട്ട്, ഇന്നോവേറ്റീവ് പ്രൊജക്റ്റിനൊക്കെ സപ്പോർട്ട് ചെയ്യാനും ഉള്ള ഇൻക്യുബേഷൻ സെന്റർ ഉണ്ട്. അവിടെ നടക്കുന്ന ഫെസ്റ്റുകൾ, അവിടെ ടെക് ആൻഡ് കൾച്ചറൽ ഫെസ്റ്റ്, ആക്ഷൻ ലാബ്, ഡ്രോൺ വർക്ക്ഷോപ്പ്, ടാൻഡ്ര 25 എന്ന് പറഞ്ഞ ടെക് ഫെസ്റ്റ് അവിടെ നടന്നിട്ടുണ്ട്. ഓക്കെ, 2024 മ്യൂസിക് ക്ലബിന്റെ കീഴിൽ ഹാൽക്കെ അങ്ങനെ ധാരാളം ഞങ്ങളെല്ലാം 2-3 ആളുകൾ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. അതായത് കോളേജിൽ ഫെസ്റ്റ് നടക്കുന്ന കോളേജ് തന്നെയാണെന്ന് അർത്ഥം. ഓക്കെ, സ്റ്റുഡന്റ് ലൈഫ് ആൻഡ് ക്ലബ്ബ് അവിടെ ഉള്ളത് IEEE ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്നോവേഷൻ കൗൺസിൽ ഉണ്ട്, കോഡിംഗ് ക്ലബ് ഉണ്ട്, റോബോട്ടിക് ക്ലബ് ഉണ്ട്, ആർട്സ് ക്ലബ് ഉണ്ട്, സ്പോർട്സ് ക്ലബ് ഉണ്ട്, ആൻഡ് NSS ഉണ്ട്. റിവ്യൂ, ദിസ് കോളേജ് ഹാസ് ഫാന്റാസ്റ്റിക് ഇൻഫ്രാസ്ട്രക്ചർ എന്നാണ് ഒരു കുട്ടി റിവ്യൂ ചെയ്തിട്ടുള്ളത്. ഓക്കെ, വിമൽ ജ്യോതി ഈസ് എ ഗുഡ് കോളേജ് വിത്ത് പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താണ്, അപ്രോക്സിമേറ്റ് 85% ഓഫ് ദ ബ്രാഞ്ച് ഗെറ്റ് ജോബ് ഫ്രം ടോപ്പ് കമ്പനീസ് എന്ന് കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നത്. ദീസ് ബ്രാഞ്ച് ഈസ് വെരി അഡ്വാൻസ്ഡ്. ഇത് റിവ്യൂ ആണ്, നമ്മൾ കോളേജിന്റെ വെബ്സൈറ്റിൽ നിന്ന് എടുത്ത ഡാറ്റ മാത്രമാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അടുത്തത് ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, പയ്യന്നൂർ. 2003 ഇതൊരു സെൽഫ് ഫിനാൻസിങ് കോളേജ് ആണ്. 2003 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. പയ്യന്നൂരാണ് ഈ കോളേജ് ഇരിക്കുന്നത്. ആൻഡ് NAC അക്രഡിറ്റഡ് ആണ്, AICT അപ്രൂവൽ ഉള്ള KTUവിന്റെ അണ്ടറിലുള്ള ഒരു കോളേജാണ്. ക്യാമ്പസിന്റെ ഫോട്ടോസ്, നല്ല രസകരമായ ക്യാമ്പസിന്റെ അടിപൊളി ഫോട്ടോസ് ഉണ്ട്. നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള കോളേജാണ്. ഡിപ്പാർട്ട്മെന്റ് സിവിൽ എഞ്ചിനീയറിംഗിൽ 60 സീറ്റ്, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിന് 90 സീറ്റ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിന് 30 സീറ്റ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന് 30 സീറ്റ്, ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് 30 സീറ്റ്. ദ നെക്സ്റ്റ് വൺ ഈസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസിന് 30 സീറ്റ്. അങ്ങനെ ടോട്ടൽ 270 സീറ്റ് ആണ് ഉള്ളത്. എന്താണ് കട്ട് ഓഫ്
കീം 2000. ഇവിടെ അഡ്മിഷൻ മോഡ് കീം, മാനേജ്മെന്റ്, NRI ആണ്. കട്ട് ഓഫ് മോഡ് എന്ന് പറഞ്ഞാൽ സിവിൽ എഞ്ചിനീയറിംഗിന് 63,000 റാങ്ക് ഉള്ളവർ വരെ കയറിയിട്ടുണ്ട്. കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിന് 43,000 സംതിങ് റാങ്ക് ഉള്ളവർ വരെ കയറിയിട്ടുണ്ട്. ഇലക്ട്രോണിക്സിന് 52,000, ഇലക്ട്രിക്കലിന് 61,000 സംതിങ്, മെക്കാനിക്കലിന് 60,000 ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസിന് 50,000. ഇതിൽ നിന്ന് മനസ്സിലാവും നേരത്തൊക്കെ കൂടുതൽ റാങ്ക് ഉള്ളവർ എങ്ങോട്ടാണ് പോയത് എന്നുള്ളത് നമ്മൾ കണ്ടു. അപ്പോൾ ഓരോ റാങ്ക് കുറയുന്തോറും നിങ്ങളുടെ കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് കോളേജ് ഏതാണെന്ന് നോക്കിയിട്ട് എടുക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസൈഡ് യുവർ കോളേജ് എന്ന് ഉദ്ദേശിച്ചത്. ഇവര് ഫീസ് സ്ട്രക്ചർ കൊടുത്തത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് മെറിറ്റ് കോട്ടയിൽ 75,000 ആണ് ഫീസ് വരുന്നത് വർഷം. അത് മാനേജ്മെന്റ് കോട്ട ആകുമ്പോൾ 85,000, NRI കോട്ട ആകുമ്പോൾ 1,00,000, ലാറ്ററൽ എൻട്രി ആകുമ്പോൾ 50,000. ലാറ്ററൽ എൻട്രി എന്ന് പറയുമ്പോൾ സെക്കൻഡ് ഇയർ മുതൽ പഠിക്കാൻ കയറുന്നത്. സിവിൽ എഞ്ചിനീയറിംഗിന് 40,000 ആണ്. കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിന് 65,000 ആണ്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിന് 40,000. ഡിപ്പെൻസ് ആണ്, ഓരോ ബ്രാഞ്ചിനനുസരിച്ച് അവർ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇനി അത് കോട്ട മാറുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, ഏത് കോട്ട, മാനേജ്മെന്റ് കോട്ട ആകുമ്പോൾ ഫീസ് കൂടും, NRI കോട്ട ആകുമ്പോൾ പിന്നെയും കൂടും. നെക്സ്റ്റ്, ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫെസിലിറ്റി. 60 ഏക്കർ ആണ് കോളേജ്. ലൈബ്രറി ഉണ്ട്, സ്പോർട്സ് കോംപ്ലക്സ് ഉണ്ട്, കൗൺസിലർ, ഹോസ്റ്റൽ, ക്യാൻറ്റീൻ, ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി, മ്യൂസിക് ക്ലബ്, ഇന്ത്യ ട്രൈബ് എന്ന് പറഞ്ഞ മ്യൂസിക് ക്ലബ് ഉണ്ട്, ജിമ്മ്, ക്ലബ്സ്, മെഡിക്കൽ റൂംസ്. ലബോറട്ടറീസിന്റെ ഫീച്ചേഴ്സ് ആണ്, പവർ സിസ്റ്റം ലാബ് ഉണ്ട്, ഫ്ലൂയിഡ് മെക്കാനിക്സ് ലാബ് ഉണ്ട്, തെർമൽ എഞ്ചിനീയറിംഗ് ലാബ് ഉണ്ട്, മെഷീൻ ടൂൾസ് ലാബ് ഉണ്ട്, സെൻട്രൽ കമ്പ്യൂട്ടിംഗ് ലാബ് ഉണ്ട്, ആൻഡ് മൈക്രോ കൺട്രോളർ ലാബ്സ് ഒക്കെ ഉണ്ട്. പ്ലേസ്മെന്റ് സമ്മറി, ഹയസ്റ്റ് സാലറി പോയിട്ടുള്ളത് 6.3 LPA ആണ് പോയിട്ടുള്ളത്. 3 മുതൽ 4 LPA വരെയാണ് ആവറേജ് സാലറി പോയിട്ടുള്ളത്. സ്പൈഡർ ആണോ അറിയില്ല. SFO ടെക്നോളജീസ്, വാക്കറോ, TCS, ഇൻഫോസിസ്, വിപ്രോ, സോട്ടി, UST, ഷീറാം, ജനറൽ ഇൻഷുറൻസ്, അഡോബ്, കോഗ്നിസന്റ്, ഒറാക്കിൾ, സൈബ്രോസിസ്, കാറ്റ്സെന്റ്, അങ്ങനെ ധാരാളം കമ്പനികൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു 4-5ഓളം കമ്പനികൾ, മെയിൻ കമ്പനികൾ എന്ത് ചെയ്തിട്ടുണ്ട്, വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അഡോബും ഒറാക്കിളൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ആൻഡ് ആക്ടിവിറ്റീസ് നടക്കുന്ന റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെൽ R&D ഉണ്ട്. ദ R&D സെൽ ഓവർസീസ്, പ്രൊമോട്ട് ആൻഡ് മോണിറ്റേഴ്സ് വേരിയസ് റിസർച്ച് ആക്ടിവിറ്റി ത്രൂ ഔട്ട് ദ അക്കാദമിക് ഇയർ. IEDC ഉണ്ട്. ദിസ് സെൽ ആക്ട് ആസ് എ ഹബ് ഫോർ സ്റ്റുഡൻസ് പ്രൊജക്ട്, പ്രൊവൈഡിംഗ് മെന്റർഷിപ്പ്, വർക്ക്ഷോപ്പ് ആൻഡ് സപ്പോർട്ട്, ട്രാൻസ്ഫോമിംഗ് ഐഡിയ ഇൻ ടു പ്രൊഡക്റ്റ്. ഐഡിയനെ പ്രൊഡക്റ്റ് ആക്കാൻ സപ്പോർട്ട് ചെയ്യുന്ന സെല്ലാണ് IEDC. ഇൻഡസ്ട്രി ലിങ്ക്ഡ് പ്രൊജക്ട് ആൻഡ് ഇന്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദ കോളേജ് എൻകറേജ് പ്രൊജക്ട് ബേസ്ഡ് ലേണിംഗ് വിത്ത് സ്റ്റുഡൻസ് വർക്കിംഗ് ഓൺ റിയൽ വേൾഡ് ചാലഞ്ചസ്, particularly in area like AI, robotics and renewable energy. Technical events and competition. Students regularly participate in events such as the Smart India Hackathon with multiple teams submitting project, and national level tech fest like Technova, which feature exhibition of 3D printer, robot and other innovations. Robotics and automation. The Department of Electronics and Communication ECE conducts workshop on robotics including Arduino programming and obstacle avoidance robot development. Faculty research. Faculty members are involved in research with publication and participation in national or international conference. Faculty റിസർച്ച് നടക്കാറുണ്ട്, അതിൽ പബ്ലിക്കേഷൻ ചെയ്യാറുണ്ട്. ഫെസ്റ്റ്, ടെക്നിക്കൽ ആൻഡ് കൾച്ചറൽ ഫെസ്റ്റ് നടക്കുന്നതിന്റെ ടെക്നോവ എന്ന് പറഞ്ഞാൽ 2023 ടെക്നോവ നടന്നിട്ടുണ്ട്. ആർട്സെൽ 4.0, ഉദ്ഭാവ 23, സദ്വീത കോളേജ് ഡേ ഫെസ്റ്റിവൽ നടക്കാറുണ്ട്. അതായത് അത്യാവശ്യം കുറച്ചൊക്കെ കോളേജിൽ എന്ത് നടക്കാറുണ്ട്, പരിപാടികൾ നടക്കാറുണ്ട് എന്നർത്ഥം. സ്റ്റുഡന്റ് ലൈഫ് ആൻഡ് ക്ലബ്ബ്, സോഫ്റ്റ്വെയർ ഇൻക്യുബേഷൻ സെൽ ഉണ്ട്, ഹോബി ക്ലബ് ഉണ്ട്, ഡാൻസ് ക്ലബ്ബ്, നാച്ചുറൽ ക്ലബ്ബ്, ഇന്ത്യ ട്രൈബ്, മ്യൂസിക്കൽ ബാൻഡ് ഫോർ ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, സ്പോർട്സ് ക്ലബ്, അതായത് IEDC ഉണ്ട്, ആൻഡ് MSME, മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ്
ആൻഡ് NSS. ഇത്തരത്തിലുള്ള ക്ലബ്ബുകൾ എന്തുണ്ട് അവിടെ ഉണ്ട്. റിവ്യൂ: ടു ബി ഓണസ്റ്റ് ഇറ്റ് ഇസ് എ ഗ്രേറ്റ് കോളേജ് എന്നാണ് ഒരു കുട്ടി കൊടുത്തിട്ടുള്ളത്. അതിനുള്ള റീസൺസും കൊടുത്തിട്ടുണ്ട്. ദ കോളേജ് ഹാസ് എ ഗുഡ് ഫെസിലിറ്റി ആൻഡ് ഗുഡ് ക്ലാസ്സസ് എന്നെടുത്ത ഒരാൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, റിവ്യൂസ് നിങ്ങൾ എന്ത് ചെയ്യുക, വായിച്ചു നോക്കാം. ദ നെക്സ്റ്റ് വൺ ഈസ് സെന്റ് തോമസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, മട്ടന്നൂർ ഉള്ള സെന്റ് തോമസ് എഞ്ചിനീയറിംഗ് കോളേജിനെ പറ്റിയാണ് പറയുന്നത്. ദിസ് ഈസ് എ സെൽഫ് ഫിനാൻസിങ് കോളേജ്. ഇതെന്താണ്, ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജ് ആണ്. 2014 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. കണ്ണൂരിലെ മട്ടന്നൂരാണ്. കോളേജിന്റെ സൈറ്റും ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട്. NBA, NAC, ISO സർട്ടിഫിക്കേഷൻസുകളൊക്കെ ഉണ്ട്. AICT അപ്രൂവ്ഡ് ആയിട്ടുള്ള KTUവിൽ ഉള്ള അണ്ടറിൽ വരുന്ന കോളേജാണ്. ക്യാമ്പസ് ഫോട്ടോഗ്രാഫ്സ് കൊടുത്തിട്ടുണ്ട്. സെന്റ് തോമസ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ ക്യാമ്പസ് ഫോട്ടോഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, BTech ബ്രാഞ്ചസ് ആൻഡ് ഇൻടേക്സ്: സിവിൽ എഞ്ചിനീയറിംഗ് 30, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് 60 ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡാറ്റാ സയൻസ് 60 ആൻഡ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് 30, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 30. ടോട്ടൽ 210 സീറ്റുകളാണ് ഉള്ളത്. ലാസ്റ്റ് റാങ്ക് വരുന്നത് സിവിൽ എഞ്ചിനീയറിംഗിന് 63,000 ആയിരുന്നു. കമ്പ്യൂട്ടർ സയൻസ് ഡാറ്റാ സയൻസിന് വന്നത് 53,000 സംതിങ് ആയിരുന്നു. സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് വന്നത് 44,000 സംതിങ് ആയിരുന്നു. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് വന്നത് 52,841 ഇതാണ് വന്നത്. ഓക്കെ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് വന്നത് 59,455. അവിടുത്തെ ഫീസ് അവർ കൊടുത്തിട്ടുണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് മെറിറ്റില് ആനുവലി 50,000 ആണ്. എല്ലാത്തിനും 50,000 ആണ്. മാനേജ്മെന്റ് സീറ്റിന് ഓൾമോസ്റ്റ് കമ്പ്യൂട്ടർ സയൻസ് ബ്രാഞ്ചുകൾക്കൊക്കെ 75,000, ഇലക്ട്രോണിക്സ് ആൻഡ് സിവിലിന് 60,000, മെക്കാനിക്കലിന് 50,000 ആണ്. NRI സീറ്റിന് ഏകദേശം 95-65 ആ റേഞ്ചിലാണ് വരുന്നത്. ഓക്കെ, ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫെസിലിറ്റി ഒരു 10.05 ഏക്കറുകളാണ് ഏരിയ വരുന്നത്. സെൻട്രൽ ലൈബ്രറി ഉണ്ട്, കമ്പ്യൂട്ടർ സെന്റർ ഉണ്ട്, ലാംഗ്വേജ് ലാബ് ഉണ്ട്, കഫ്റ്റീരിയ, ട്രാൻസ്പോർട്ടേഷൻസ് ഒക്കെയാണ് അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫെസിലിറ്റി വരുന്നത്. ലബോറട്ടറീസ്, ഫ്ലൂയിഡ് മെക്കാനിക്സ് ലാബ് ഉണ്ട്, ബേസിക് എഞ്ചിനീയറിംഗ് ലാബ്സുകൾ ഉണ്ട്, കമ്പ്യൂട്ടർ ലാബ്സ് ആൻഡ് മൈക്രോ കൺട്രോളർ ലാബ് ആൻഡ് തെർമൽ എഞ്ചിനീയറിംഗ് ലാബ് ആൻഡ് ലാംഗ്വേജ് ലാബ്. ഇതിലുള്ള ലാബുകളൊക്കെയാണ് അവിടെ ഉള്ളത്. അവിടുത്തെ ഹയസ്റ്റ് സാലറി വന്നിട്ടുള്ളത് പ്ലേസ്മെന്റിൽ ഹയസ്റ്റ് സാലറി വന്നത് 7 LP ആണ്. ആവറേജ് 3 മുതൽ 4 LP വരെ ഉണ്ട്. അവിടെ വന്നിട്ടുള്ള കമ്പനികൾ 6D ടെക്നോളജി, സ്മാർട്ട് ഐഡിയാസ് ഡെലിവേർഡ്, ലിറ്റ്മസ്, വിപ്രോ, UST ഗ്ലോബൽ, കാപ്ജിമിനി, TCS, ഇൻഫോസിസ്. ഇത്രയും കമ്പനികളാണ് അവിടെ പ്ലേസ്മെന്റിന് വന്നിട്ടുള്ളത്. അടുത്ത റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ഡെഡിക്കേറ്റഡ് സെന്റർ, ഹൗസ് എ സ്റ്റാർട്ടപ്പ് ഇന്നോവേഷൻ സെൽ ആൻഡ് ഇന്നോവേഷൻ എന്റർപ്രൈസ് ഡെവലപ്മെന്റ്സ് ആൻഡ് IEDC ഉണ്ട്. ഫെസിലിറ്റീസ്: പ്രൊവൈഡ് റിസർച്ച് ലാബ് വിത്ത് ടൂൾസ് ലൈക്ക് നിംബസ്, ലാറ്റക്സ്, AI റിസർച്ച് ടൂൾസ് ആൻഡ് സ്പെഷ്യലൈസ്ഡ് എക്യുപ്മെന്റ് സച്ച് ആസ് CNC മെഷീൻസ് ആൻഡ് 3D പ്രിന്റർ ഫോർ പ്രോട്ടോടൈപ്പിങ്ങിന് 3D പ്രിന്ററും CNC മെഷീൻസ് ഒക്കെ ഉണ്ട്. പ്രോഗ്രാം ആൻഡ് ഇവന്റ്സ് ഓർഗനൈസ് ഇന്നോവേഷൻ ഫെസ്റ്റിവൽസ്, കോമ്പറ്റീഷൻസ്, വർക്ക്ഷോപ്പ്, എക്സാമ്പിൾ ആൻഡനോ ഡിസൈൻ ആൻഡ് സൈബർ സെക്യൂരിറ്റിയിലൊക്കെ വർക്ക്ഷോപ്പ് ഒക്കെ നടക്കാറുണ്ട്. കൊളാബറേഷൻസ്: പാർട്ട്ണർ വിത്ത് ബോഡീസ് ലൈക്ക് KSCST, കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് എൻവയോൺമെന്റ് ഫോർ R&Dക്ക് വേണ്ടിയിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ട്. ഫോക്കസ് ഏരിയ: എൻകറേജ് റിസർച്ച് ഇൻ AI ആൻഡ് IoT, സസ്റ്റൈനബിൾ കൺസ്ട്രക്ഷൻ, അഡ്വാൻസ്ഡ് മാനുഫാക്ചറിംഗ് ആൻഡ് മോർ ത്രൂ ട്രാക്ക് ലൈക്ക് ദർ RAET, റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ഫെസ്റ്റിവൽ. ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ പാർട്ടിസിപ്പേറ്റ് ഇൻ കേരള ഗവൺമെന്റ് IEDC പ്രോഗ്രാം നോൺ ഫോർ സപ്പോർട്ടിംഗ് ഇന്നോവേറ്റീവ് സ്റ്റാർട്ടപ്സ്. അവിടെ നടക്കുന്ന ഫെസ്റ്റുകളുടെ ഒക്കെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. സെന്റ് തോമസ് കോളേജിന്റെ കൾച്ചറൽ ഫെസ്റ്റിന്റെ ഫോട്ടോ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സ്റ്റുഡന്റ് ലൈഫ്സ് ആൻഡ് ക്ലബ്ബ്, IEEE ഉണ്ട്, IST ഉണ്ട്, കമ്പ്യൂട്ടർ സൊസൈറ്റി ഓഫ് ഇന്ത്യ ഉണ്ട്, NSS ഉണ്ട്, സ്പോക്കൺ ട്യൂട്ടോറിയൽ, EDX
IEDC, iManager, വെർച്വൽ ലാബ്, NPTEL ഇതൊക്കെ ആർക്കും ആക്സസ് ഉള്ള സാധനങ്ങളാണ്. കൂടാതെ സ്പോർട്സ് ആൻഡ് ഗെയിംസ്, കൾച്ചറൽ ആൻഡ് ആർട്സ്, നാച്ചുറൽ ക്ലബ്, ഡാൻസ് ക്ലബ്. സ്റ്റുഡൻസ് പറയുന്ന റിവ്യൂസ് എന്ന് പറയുന്നത് എ ഗുഡ് കോളേജ് ടു ലേൺ ആൻഡ് ബിക്കം സംവൺ ഇൻ ലൈഫ് എന്നാണ് ആരോ കമന്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ദ ഗ്രേറ്റ് ബ്ലെൻഡ് ഓഫ് അക്കാദമിക്സ് ആൻഡ് ക്യാമ്പസ് ലൈഫ്, ക്വാളിറ്റി എഡ്യൂക്കേഷൻ വിത്ത് സപ്പോർട്ടീവ് ഫാക്കൽറ്റി എന്നാണ് അടുത്തത് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, ബാക്കിയുള്ള ഈ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ എന്ത് ചെയ്യാം, റിവ്യൂ ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് വൺ ഈസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി പയ്യന്നൂർ. പയ്യന്നൂരിൽ തന്നെയുള്ള മറ്റൊരു കോളേജാണ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി പയ്യന്നൂർ. ഓക്കെ, സെൽഫ് ഫിനാൻസിങ് കോളേജാണ്. 2011 എസ്റ്റാബ്ലിഷ് ചെയ്തത്. 2011 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു കോളേജാണ്. ഓക്കെ, പയ്യന്നൂരാണ് സ്ഥിതി ചെയ്യുന്നത്. വെബ്സൈറ്റ് ഉണ്ട്, ഫോൺ നമ്പർ ഉണ്ട്. അക്രഡിറ്റേഷൻ ഒന്നുമില്ല കോളേജിന്, അക്രഡിറ്റേഷൻസ് ഒന്നും അവൈലബിൾ അല്ല. AICTE അപ്രൂവ്ഡ് ഉള്ള കോളേജാണ്, KTU അഫിലിയേഷൻ. ഓക്കെ, ക്യാമ്പസ്, കോളേജിന്റെ ക്യാമ്പസ് ഫോട്ടോസ് ഇതിലുണ്ട്. ഓക്കെ, കാണാനൊക്കെ രസമുള്ള ഒരു ക്യാമ്പസ്. ഡിപ്പാർട്ട്മെന്റ് സിവിൽ എഞ്ചിനീയറിംഗിന് 30 സീറ്റ് ഉണ്ട്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് ഒരു 30 സീറ്റ് ഉണ്ട്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന് ഒരു 15 സീറ്റ് ഉള്ളൂ, ആൻഡ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിന് ഒരു 30 സീറ്റ് ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡാറ്റ സയൻസിൽ 60 സീറ്റ് ഉണ്ട്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗിൽ ഒരു 60 സീറ്റ് ഉണ്ട്, ആൻഡ് ആർക്കിടെക്ചറിൽ ഒരു 40 സീറ്റ് ഉണ്ട്. ടോട്ടൽ 265 സ്റ്റുഡൻസിനെയാണ് ഒരു വർഷം ഇൻടേക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളത്. ആൻഡ് അഡ്മിഷൻ സ്കീം, മാനേജ്മെന്റ്, NRI വെച്ചിട്ട് അഡ്മിഷൻസ് എടുക്കാം. അടുത്ത ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് കിട്ടാനുള്ള സ്റ്റേറ്റ് മെറിറ്റ് എന്ന് പറഞ്ഞാൽ 62,000 ആണ്. 62,000 സംതിങ് ആണ്. സിവിൽ എഞ്ചിനീയറിംഗ് കിട്ടാൻ 66,000 സംതിങ് ആണ് വരുന്നത്. ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് 51,000 ആണ് വന്നത്. ആൻഡ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് 63,000 സംതിങ്. ആൻഡ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിന് 58,973 സീറ്റ് വന്നു. സോറി, ലാസ്റ്റ് റാങ്ക് വന്നു. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് 63,611. ഓക്കെ, അപ്പോ ഇതാണ് ആ കോളേജിലത്തെ ലാസ്റ്റ് റാങ്ക് വരുന്നത്. ഓക്കെ, ഫീസ് സ്ട്രക്ചർ ഇതെല്ലാം വെബ്സൈറ്റിൽ അവൈലബിൾ അല്ല. ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫെസിലിറ്റി, ക്യാമ്പസ് ഏരിയ 16 ഏക്കറാണ് ക്യാമ്പസ് ഏരിയ വരുന്നത്. ലാബ്, വെൽ എക്യുപ്ഡ് ലാബ് ഫോർ വേരിയസ് ബ്രാഞ്ച് മാനുഫാക്ചറിംഗ്, ഇലക്ട്രോണിക്സ്, ഫ്ലൂയിഡ് മെക്കാനിക്സ്, സ്ട്രെങ്തൻ ഓഫ് മെറ്റീരിയൽസ്, CAD, സർവേയിങ് വിത്ത് സ്പെഷ്യലൈസ്ഡ് എക്യുപ്മെന്റ് ലൈക്ക് ടോട്ടൽ സ്റ്റേഷൻ ആൻഡ് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് സോഫ്റ്റ്വെയർ, AutoCAD, STAAD, SAP. ഓക്കെ, സെൻട്രൽ കമ്പ്യൂട്ടിംഗ് ഫെസിലിറ്റി, ഫീച്ചർ ക്ലൈന്റ് സെർവ് ആർക്കിടെക്ചർ, വൈഫൈ, LAN ആൻഡ് ലേറ്റസ്റ്റ് സോഫ്റ്റ്വെയർ, MATLAB, വിഷ്വൽ സ്റ്റുഡിയോ ഫോർ അഡ്വാൻസ്ഡ് നീഡ്. ഓക്കെ, ലൈബ്രറി, ഡിജിറ്റലൈസ്ഡ് ലൈബ്രറി വിത്ത് വാസ്റ്റ് കളക്ഷൻ ഓഫ് ബുക്സ്, e-journals ആൻഡ് ടെക്നിക്കൽ റിസോഴ്സ് ഫോളോയിങ് ഓപ്പൺ ആക്സസ് സിസ്റ്റം. ഓപ്പൺ ആക്സസ് സിസ്റ്റത്തിലാണ് വർക്ക് ചെയ്യുന്നത്. ടെക്നിക്കൽ ടീച്ചിങ് എയ്ഡ്, യൂസ് ഓഫ് ഓഡിയോ വിഷ്വൽ എയ്ഡ്, OHP LCD ഫോർ എഫക്റ്റീവ് ലേണിംഗ്. ഓക്കെ, ലബോറട്ടറീസ്, അവിടെയുള്ള ലബോറട്ടറീസിന്റെ ഒക്കെ ഫോട്ടോസ് ഇവിടെ പിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അവിടെയുള്ള ലബോറട്ടറീസിന്റെ 2-3-4 ഫോട്ടോസ് നമ്മൾ ഇവിടെ പിൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് പ്ലേസ്മെന്റ് സമ്മറി 3.6 LPA ആണ് അവിടെ വന്നിട്ടുള്ള ഏറ്റവും ഹയസ്റ്റ് പ്ലേസ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ലോ സാലറിയിലാണ്. ഹയസ്റ്റ് വന്ന പോലും 3.6 എന്നാണ് കാണിക്കുന്നത്. അവരുടെ സാലറിന്റെ ഒരു എന്ത് കിട്ടിയിട്ടില്ല, ഇൻഫർമേഷൻസ് ഇല്ല. കമ്പനി വിസിറ്റ്, ശോഭ കൺസ്ട്രക്ഷൻ, ഹുണ്ടായി, ICIC, കോൺസെൻട്രിക്സ്, ഈഗസ്, സോഡ്, ജിയ സിസ്റ്റംസ്, ഫോസ്ഫോർഡ്, KAP, ഇന്ത്യ, ഇത്തരത്തിലുള്ള കമ്പനി, ഇൻഡോസ് ടവർ ഒക്കെ വന്നിട്ടുണ്ട്. ഇങ്ങനെ ഇത്തരത്തിലുള്ള കമ്പനികളാണ് അവിടെ വിസിറ്റ് ചെയ്തത്. ഓക്കെ, റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ആക്ടിവിറ്റീസ്, IEDC ഉണ്ട്. Colleges and IEDC which aim to develop institutional mechanism to faster growth and innovation entrepreneurship. The cell initiate innovative students project, organize business plan competitions and proving guidance to prospective entrepreneurs. Industry Institute Partnership Cell, IIPC ഉണ്ട്.
The IIPC work to create a close link with industry, providing a platform for R&D and consultancy activities. It arranges industrial training for students and faculties, identifies opportunities for students project within industries, and promote various workshop and seminar, disseminate technical advice. Departmental research focus. Special departments such as Department of Artificial Intelligence, Data Science are focused on the latest technology and driving innovation in their field, aiming for strong partnership with the industry and collaborative multidisciplinary project. Research opportunities. Students are given the freedom to interact with reputed industries and facilities for doing project with reputed companies, and the library provide access to national and international journal to encourage research എന്നാണ് പറയുന്നത്. ഫെസ്റ്റ് അവിടെ കൊടുത്തിട്ടുള്ള വാഗ 25 ആർട്സ് ഫെസ്റ്റ് ആണ് അവിടെ നടന്നിട്ടുള്ളത്. പിന്നെ ഫുഡ് ഫെസ്റ്റ്, ദിൽകുഷ് എന്ന് പറഞ്ഞ ഫുഡ് ഫെസ്റ്റ് നടന്നിട്ടുണ്ട്. മ്യൂസിക് നൈറ്റ്, അങ്ങനത്തെ തരത്തിലുള്ള കുറച്ച് തരത്തിലുള്ള ഫെസ്റ്റുകളൊക്കെ അവിടെ നടന്നിട്ടുണ്ട്. ഓക്കെ, അവിടെ സ്റ്റുഡൻസ് ലൈഫ് ക്ലബുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് IEDC ആണ്, ഒന്ന് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർട്ണർഷിപ്പ് സെൽ ഉണ്ട്, NSS ഉണ്ട്, റോബോട്ടിക് ക്ലബ് ആൻഡ് പ്രൊജക്ട് ക്ലബുകളുണ്ട്. റിവ്യൂസ് ഒരു കുട്ടി കൊടുത്തിട്ടുള്ളത് I am satisfied with the faculty, good infrastructure and facilities എന്ന് കൊടുത്തിട്ടുണ്ട്. ദ ഗുഡ് കോളേജ് ബിഫോർ കോവിഡ് എന്നൊരു കുട്ടി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോ കണ്ണൂർ ഡിസ്ട്രിക്റ്റിലുള്ള KTUവിന്റെ അണ്ടറിൽ വരുന്ന, അതായത് കീം എഴുതി കിട്ടിയാൽ നമുക്ക് കിട്ടാവുന്ന കോളേജുകളുടെ കീമിന്റെ റാങ്ക് ബേസിൽ കിട്ടാവുന്ന കോളേജുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമ്മൾ ഓൾമോസ്റ്റ് ഒരു 7 കോളേജസിനെ പറ്റി ഡിസ്കസ് ചെയ്തു. അപ്പൊ നമ്മൾ ഏതൊക്കെ പറഞ്ഞു? കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിനെ പറ്റി പറഞ്ഞു. ഓക്കെ, നമ്മൾ ധാരാളം കോളേജ് പറഞ്ഞു. ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് കണ്ണൂർ പറഞ്ഞു, പിന്നെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തലശ്ശേരി പറഞ്ഞു, അല്ലേ? സെക്കൻഡ്, നമ്മൾ പറഞ്ഞത് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിനെ പറ്റി പറഞ്ഞു, കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിനെ പറ്റി പറഞ്ഞു. നെക്സ്റ്റ് തലശ്ശേരി എഞ്ചിനീയറിംഗ് കോളേജിനെ പറ്റി പറഞ്ഞു. ഓക്കെ, പിന്നെ നമ്മൾ ഏത് പറഞ്ഞു? മലബാർ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി പറഞ്ഞു, സെന്റ് തോമസ് കോളേജിനെ പറ്റി പറഞ്ഞു, വിമൽ ജ്യോതിനെ പറ്റി പറഞ്ഞു, ശ്രീനാരായണ ഗുരു കോളേജിനെ പറ്റി പറഞ്ഞു. ലാസ്റ്റ് പയ്യന്നൂർ എഞ്ചിനീയറിംഗ് കോളേജിനെ പറ്റി, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പയ്യന്നൂർ പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇത്രയാണ് എന്ത് വരുന്നത്? കണ്ണൂരിലുള്ള എഞ്ചിനീയറിംഗ് കോളേജ്. ഓക്കെ, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി പയ്യന്നൂരാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞത്. ഇത്രയാണ് കണ്ണൂർ ഡിസ്ട്രിക്റ്റിലുള്ള നിങ്ങൾക്ക് എഞ്ചിനീയറിംഗിന് ചൂസ് ചെയ്യാൻ പറ്റുന്ന കോളേജുകൾ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഓരോ കോളേജിൽ പോകുന്ന സമയത്ത് ഏത് കോളേജാണ് നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് സൂട്ട് ആവുക എന്നുള്ളത് നോക്കുന്നത്. അവിടുത്തെ പ്ലേസ്മെന്റ്, അവിടുത്തെ എത്ര കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ്, ഫെസ്റ്റുകൾ നടക്കുന്നത്, ക്യാമ്പസിന്റെ ഏരിയ, ഇൻഫ്രാസ്ട്രക്ചർ, അതിന്റെ ഫോട്ടോസ്, നമുക്ക് കാണാനും കൂടി ഒരു കുളിർമ തരുന്ന അതൊക്കെ എല്ലാം നോക്കണം. എന്നിട്ട് ഏറ്റവും ബെസ്റ്റ് കോളേജ് എന്ത് ചെയ്യുക? ചൂസ് ചെയ്യണം. അപ്പൊ ഇതിൽ പഠിക്കുന്ന ഈ കോളേജുകളിലൊക്കെ പഠിക്കുന്ന പിള്ളേര് എന്ത് ചെയ്യുക? നിങ്ങളെ താഴെ വരാൻ പോകുന്ന ജൂനിയേഴ്സിനുള്ള ഒരു ഇൻഫർമേഷൻ ആയിട്ട് എന്ത് ചെയ്യുക? ആ കോളേജിനെ പറ്റിയിട്ടുള്ള റിവ്യൂ നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ചെയ്യുക. അപ്പൊ അടുത്തൊരു ഡിസ്ട്രിക്റ്റിലത്തെ കോളേജുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും കാണാം. അപ്പൊ ഓക്കെ.